വിജയം നേടിക്കൊടുത്ത വ്യക്തിയാണ് നമ്മുടെ TK കരീം സർ. അതായത് നമ്മുടെ ഹാപ്പി പാർക്കിന്റെ ചീഫ് മെന്ററും കൂടിയാണ്. എല്ലാ ദിവസവും സൗജന്യമായി നടക്കുന്ന ഹാപ്പി പാർക്ക് മെഡിറ്റേഷൻ ക്ലബിലൂടെ ഒരുപാട് ആളുകൾക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ആനന്ദം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം മെഡിറ്റേഷൻ ചെയ്താലുള്ള ഗുണങ്ങളെ കുറിച്ച്, അല്ലേ? അതിനു പുറമെ EFT, ഇന്നർ ചൈൽഡ് ഹീലിംഗ്, വെൽത്ത് മാസ്റ്ററി, മൈൻഡ്ഫുൾനെസ് തുടങ്ങിയ 40ഓളം കോഴ്സുകളിലൂടെ ഓരോ വ്യക്തിയുടെയും ആവശ്യാനുസരണം കണ്ടെത്തി അവർക്ക് വേണ്ട മാർഗനിർദ്ദേശം നൽകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിലെ സങ്കീർണതകളെ ലഘൂകരിച്ചുകൊണ്ട് അവരിൽ ഒരാളായി നിന്ന് സന്തോഷവും സമാധാനവുമായ ജീവിതം നയിക്കാനായി പ്രചോദനവും ആത്മവിശ്വാസവും നൽകുന്ന വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ TK കരീം സർ. അന്താരാഷ്ട്ര തലത്തിൽ വ്യത്യസ്ത വിഷയങ്ങളിൽ പ്രോഗ്രാമുകൾക്കും സെമിനാറുകൾക്കും നേതൃത്വം നൽകുന്ന വ്യക്തി കൂടിയാണ് നമ്മുടെ കരീം സർ. റേഡിയോ, TV, യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയ ദൃശ്യമാധ്യമങ്ങളിലൂടെ തന്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ലോകമെമ്പാടും പഠിതാക്കളെ നേടിയെടുത്ത അന്താരാഷ്ട്ര ബിസിനസ് കൺസൾട്ടന്റുമാണ് TK കരീം സർ. ആയിരക്കണക്കിന് ആളുകൾ പ്രത്യക്ഷമായും സ്വാധീനം ചെലുത്തുവാനും ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മനഃശാസ്ത്രം, ഇംഗ്ലീഷ്, അറബിക്, ഹിസ്റ്ററി, ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ വിഷയങ്ങളിൽ ബിരുദാനന്ദ ബിരുദവും ഇന്ത്യക്ക് അകത്തും പുറത്തും നിന്നുമുള്ള ഒട്ടേറെ ഗുരുക്കന്മാരിൽ നിന്നും മൈൻഡ് പവർ, ബിസിനസ് എക്സലൻസ്, സെയിൽസ് എക്സലൻസ്, മാനേജ്മെന്റ്, ഹിപ്നോട്ടിസം, യോഗ, ട്രാൻസാക്ഷണൽ അനാലിസിസ്, NLP, പ്രാണിക് ഹീലിംഗ് തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളിൽ ആഴങ്ങളിൽ പഠനം നടത്തിയ അസാമാന്യ പ്രതിഭയായ TK കരീം സാറിനെ ഇന്നത്തെ സെഷന് നേതൃത്വം നൽകുന്നതിനായി ഏറെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ഓക്കെ, താങ്ക് യു ശ്രീനി. വളരെ വളരെ സന്തോഷം. പ്രൗഢഗംഭീരമായ ഒരു ഇൻട്രഡക്ഷൻ. അതേപോലെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ്, കഴിഞ്ഞ സൺഡേ, ഞാനൊരു യാത്രയിൽ പോകുന്ന സമയത്ത് എൻ്റെ ഈ പ്രോഗ്രാമിനെ കുറിച്ചും ഈ കോഴ്സുകളെ കുറിച്ചൊക്കെ അറിയുന്ന ഒരാൾ എന്നോട് സംസാരിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ ഹീലിംഗ്, അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് ഇതൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കുക, അതേപോലെ സൈക്കാട്രിക് മെഡിസിനൊക്കെ ആവശ്യമുള്ള ആളുകൾക്ക് ആ മെഡിസിനൊക്കെ റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒഴിവാക്കുകയോ ചെയ്തു കൊടുക്കുക, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് എന്നോട് അവർ ചോദിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ട് ഈ ഹോസ്പിറ്റലുകളും അതേപോലെ തന്നെ ഈ സംവിധാനങ്ങളൊക്കെ തഴച്ച് വളരുകയാണല്ലോ, സത്യത്തിൽ അതൊക്കെ ഒരുപാട് നമുക്ക് ഒഴിവാക്കുവാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന രൂപത്തിലൊക്കെ ആളുകൾ മുന്നോട്ട് വരികയാണെങ്കിൽ എന്ന് അദ്ദേഹം എന്നോട് ചോദ്യ രൂപേണ ചോദിച്ചു. അതായത് ആളുകൾക്ക് ഈ രൂപത്തിലൊക്കെ ഹീലിംഗ് കൊടുക്കാൻ സാധിക്കുമെങ്കിൽ എന്തിനാണ് പിന്നെ ഹോസ്പിറ്റലുകളുടെയും അതേപോലെ തന്നെ ഇതേപോലുള്ള സംവിധാനങ്ങളുടെയൊക്കെ ആവശ്യം എന്നതാണ് അവരുടെ ചോദ്യത്തിന്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ. സത്യത്തിൽ ഈ ഒരു ചോദ്യം കേട്ട സമയത്ത് ഞാൻ ഒരുപാട് ആലോചിച്ചു. കാരണം ഒത്തിരി ആളുകൾ ഈ രൂപത്തിലുള്ള ചില ഡൗട്ട്സ് അടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അതായത് എന്തിനാണ് പിന്നെ ഹോസ്പിറ്റലുകൾ, എന്തിനാണ് പിന്നെ ഇതേപോലെ സംവിധാനങ്ങൾ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള സംശയങ്ങൾ, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഞാൻ ഈ പറയപ്പെട്ട ഈ ട്രെയിനിങ് മേഖലയിലോട്ട് വരുവാനുള്ള പ്രധാനമായ ഒരു കാരണം എൻ്റെ ലൈഫിൽ വന്ന മാറ്റം തന്നെയാണ്. എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അത്യത്ഭുതകരമായ മാറ്റം ഒന്ന് മാത്രമാണ്. അത് ശാരീരികമായ അസുഖങ്ങളുടെ റിഡക്ഷൻ ആവട്ടെ, മാനസികമായിട്ട് കരുത്തു കൂടുന്നതാവട്ടെ, അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന മേഖലയിലൊക്കെ നമുക്ക് പച്ച പിടിക്കുവാനുള്ള ഒരു അവസരം
ലഭിക്കുന്നതാവട്ടെ, വ്യക്തിത്വത്തിന്റെ നാലാ തുറകളിലും പുരോഗതി ഉണ്ടാകുവാൻ തീർച്ചയായിട്ടും ഇതുകൊണ്ട് സാധിച്ചതുകൊണ്ട് വ്യക്തിപരമായ അനുഭവങ്ങൾ കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് വരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോ ഒത്തിരി ആളുകൾക്ക് അങ്ങനെയുള്ള ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് വർഷങ്ങളോളം, അതായത് ഒന്നും രണ്ടും ഒന്നുമല്ല. ഒരാൾ പറഞ്ഞു, സർ കഴിഞ്ഞ 20 വർഷത്തോളമായി എനിക്ക് വൈറൽ ഇഷ്യൂ ഉണ്ട് സർ, 20 വർഷത്തോളമായി ഇഷ്യൂ ഉണ്ട്. ആദ്യമായിട്ടാണ് ആ സംഭവം ഇപ്പൊ കുറഞ്ഞ് റെഡ്യൂസായി വരുന്നത് എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിലൂടെ പറയുന്നത് എന്താ ചോദിക്കുകയാണെങ്കിൽ, ഒരിക്കലും ഇതൊരു അത്ഭുതകരമായിട്ടുള്ള സംഭവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ അത്ഭുതം എന്ന വാക്ക് തന്നെ സത്യത്തിൽ അറിവില്ലായ്മയുടെ ഒരു ഉപോൽപ്പന്നമാണ്. അത്ഭുതം എന്ന് പറയുമ്പോൾ നമുക്ക് അത്ഭുതമുള്ളത് അറിവുള്ള ഒരാൾക്ക് അത്ഭുതമല്ല. എനിക്ക് അത്ഭുതമായ ഒരു കാര്യം എന്നേക്കാളും അറിവും കഴിവും വിവരവുമുള്ള ഒരാൾക്ക് അതൊരു അത്ഭുതമല്ല. എന്നതുപോലെ ഇവിടെ ലൈഫിൽ ഉണ്ടാകുന്ന അതിശക്തമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു അത്ഭുതം എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് ശാസ്ത്രീയമായ അടിത്തറയുണ്ട്. അല്ലെങ്കിൽ ഈ ലോജിക്ക് തീരെ ഇല്ലാത്ത ചില ആളുകൾ, ലോജിക്ക് തീരെ ഇല്ലാത്ത ആൾക്കാരാണ്. വേറെ ചില ആളുകൾ ലോജിക്കിന്റെ അങ്ങേയറ്റമുള്ള ആളുകൾ. രണ്ടും ഇഷ്യൂ ആണ്. അത് രണ്ടിനെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. സോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ അതിശക്തമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ച ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമുക്കറിയാം, നമുക്ക് എല്ലാ വേദഗ്രന്ഥങ്ങളിലും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ഗുണം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് എടുത്തു പറയണം. എവിടെയും പറയുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ അതിങ്ങനെ കൊട്ടിഘോഷിച്ച് നടക്കണം എന്ന് എവിടെയും പറയുന്നില്ല. നിനക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെ നീ പ്രകീർത്തിക്കുക എന്ന് എല്ലാ സ്ഥലത്തും എല്ലാ വേദഗ്രന്ഥങ്ങളും പറയുന്നുണ്ട്. എന്നാൽ നിന്റെ വേദനകളെ നീ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുക എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ലഭിച്ച ഈ അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണി പറയുമ്പോൾ അവിടെ പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട്. എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത് അത് തന്നെ പ്ലസ് 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 സംഭവിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്ത് 1-2 മാസങ്ങളിലായിട്ട് കുറെ EFT കോഴ്സുകൾ, ഹാപ്പി പാർക്കിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, എല്ലാ മാസവും ഒരുപാട് ഒരു ദിവസം പോലും ഒഴിവില്ലാത്ത, എനിക്ക് തോന്നുന്നത് ഏറ്റവും ടൈറ്റ് ഷെഡ്യൂളുള്ള ഒരു ഗ്രൂപ്പാണ്, ഒരു നന്മയുടെ ഗ്രൂപ്പാണ് ഹാപ്പി പാർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു സെഷനിലോട്ട് കടന്നു വരാം. ഇതിൽ ഒത്തിരി ആൾക്കാരുണ്ട്. ഒരുപക്ഷെ ആദ്യമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ആദ്യമായിട്ട് എന്നെ പരിചയപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ. മീ എന്ന് ടൈപ്പ് ചെയ്താൽ മതി, യെസ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ആദ്യമായിട്ട് എന്നെ കാണുകയോ എന്നെ പരിചയപ്പെടുകയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യോ. ആദ്യമായിട്ട് എന്നെ കാണുകയോ പരിചയപ്പെടുകയോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, എത്ര ആളുകളുണ്ട്? ഒരാളേ ഉള്ളൂ. ഓക്കെ, പ്ലീസ് ടൈപ്പ്. എല്ലാവരും ടൈപ്പ് ചെയ്ത്, അത്തരം ആളുകളൊന്നും ടൈപ്പ് ചെയ്ത്. യെസ്, കുറച്ച് ആളുകൾ ആദ്യമായിട്ട് എന്നെ കാണുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഹാപ്പി പാർക്കിനെ കുറിച്ച് നേരത്തെ ഇവിടെ സംസാരിച്ചു. കുറെ ആളുകൾ നേരത്തെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരുണ്ട്. വെരി ഗുഡ്, സന്തോഷം. സംസാരിച്ചു. നമ്മൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടോളമായി കേരളത്തിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ആളുകളുടെ മനസ്സിലുള്ള ടെൻഷൻ, സ്ട്രെസ്, പിരിമുറുക്കം, ഈ കാര്യങ്ങൾ നീക്കിക്കളയുവാനും അകാരണമായ വേദനകൾ, അസുഖങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തിക്കൊണ്ടും അവരുടെ ഇന്റേണൽ വേൾഡിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടും അവരുടെ ലൈഫിൽ മാറ്റം വരുത്തുക എന്നതാണ് നമ്മൾ പ്രധാനമായും ചെയ്തുകൊണ്ടുവരുന്നത്. അതിന്റെ ഭാഗമായി കേരളത്തിനകത്തും പുറത്തും ആയിരക്കണക്കിന് ട്രെയിനിങ്ങുകൾ, പ്രോഗ്രാംസുകൾ, ആയിരക്കണക്കിന് അല്ലെങ്കിൽ 10,000-കണക്കിന് ആളുകളിലോട്ട് നമ്മുടെ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഒക്കെ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 3 വർഷത്തോളമായി ഒരു ദിവസം പോലും ഒഴിവില്ലാതെ, ഒരു ദിവസം പോലും ഗ്യാപ്പില്ലാതെ നമ്മൾ ഓൺലൈനിലായിട്ട് രാവിലെ 6 മണിക്ക് മെഡിറ്റേഷൻ, അതിപ്പോ ഒരു
2 ആഴ്ചയായി ഇപ്പൊ സൺഡേസ് നമ്മൾ ലീവ് കൊടുക്കണം. കാരണം നമുക്ക് എല്ലാ സൺഡേസും നമുക്ക് പ്രോഗ്രാംസ് ആണ്. ഒരു സൺഡേ നമുക്ക് ഒഴിവില്ല. അപ്പൊ അതുകൊണ്ട് ഈ സൺഡേസിന് പ്രോഗ്രാംസ് ആയതുകൊണ്ട് നമ്മൾ ഈ സൺഡേ മാത്രം ഇപ്പോൾ ലീവാക്കി. ബാക്കി എല്ലാ ദിവസവും, അതിന് വിഷു ആണെങ്കിലും ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും പെരുന്നാളാണെങ്കിലും ഒക്കെ അത് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നു. അതുകൊണ്ട് ആദ്യമായി കേൾക്കുന്ന ആളുകൾ പറയുന്നത് എല്ലാ ദിവസവും രാവിലെ അതിൽ പങ്കെടുക്കുക. അതേപോലെ തന്നെ ഇതേ രൂപത്തിൽ ഇപ്പോ അടുത്ത എന്താ പറയാ ദിവസങ്ങളായിട്ട് എറണാകുളത്തും കോഴിക്കോടൊക്കെ നടക്കുന്ന EFTയുടെ അഡ്വാൻസ് ലെവലുള്ളത്. ആദ്യം ബേസിക് പങ്കെടുത്തവർക്ക് മാത്രമേ പങ്കെടുക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ പുതിയ ആളുകൾക്കൊന്നും അതിൽ വരാനുള്ള ഒരു ഇതില്ല. പക്ഷെ എങ്കിലും ഈ മെഡിറ്റേഷൻ ക്ലബും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും ഒരുപാട് ട്രെയിനേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ശക്തമായിട്ടുള്ള നേതൃത്വവും സന്ദേശവും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ ഒരു ലോകത്തെ സൃഷ്ടിക്കുവാൻ നിങ്ങളെ ഈ ഹാപ്പി പാർക്കിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് സ്നേഹപൂർവം ഈ ഒരു പ്രോഗ്രാമിൽ, അതായത് ഹാപ്പി പാർക്കിന്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പാർട്ടിസിപ്പൻസിന് അവരുടെ ജീവിതത്തിൽ വന്ന അതിശക്തമായ മാറ്റം അവർക്ക് ഈ ഒരു സമയത്ത് പറയുവാൻ ഉള്ള സമയമാണ്. സോ ആരാണ് ആദ്യമായിട്ട് അവരുടെ അനുഭവം ഒന്ന് പങ്കുവെക്കുക? എനിവൺ ആദ്യമായിട്ട് ആര് വരും? രേണുകാദേവി. ഹലോ, ഓക്കെ, രേണുകാദേവി സംസാരിച്ചോളൂ. ഞാൻ 2 മാസമായിട്ടേ ഉള്ളൂ വന്നിട്ട് ഇതിൽ പങ്കെടുത്തിട്ട്. അത് വരാൻ വൈകിയത് എന്താണെന്ന് ഞാനിപ്പോ ചിന്തിക്കുന്നത്. സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തിട്ട് എനിക്ക് നല്ല വ്യത്യാസമുണ്ട്. ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. EFTയിൽ പങ്കെടുത്തപ്പോ എനിക്ക് മുട്ടുവേദന കുറഞ്ഞു, ടെൻഷൻ കുറഞ്ഞു. ടെൻഷൻ എനിക്ക് തോന്നുന്നു പാരമ്പര്യമായിട്ടുള്ളതാണെന്ന് തോന്നുന്നു. എൻ്റെ വീട്ടിലെല്ലാവർക്കും ടെൻഷനുണ്ട്. എൻ്റെ ആർക്കെങ്കിലും അസുഖമായ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അതൊക്കെ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. പിന്നെ EFTയുടെ പ്രാക്ടിക്കലൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ സമയം പോകും. പിന്നെ വീട്ടിലെ പഠിപ്പ് അങ്ങനെയൊക്കെ സമയം പോകും. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡിന് ഇത്രയ്ക്ക് ആഴമുള്ള അർത്ഥമുണ്ടെന്ന് സാർ മനസ്സിലാക്കി തന്നു. പിന്നെ സാറിന്റെ ഇവിടുത്തെ മെന്റേഴ്സ്, എൻ്റെ മെന്റർ റെയ്നത്ത് മാഡം ആയിരുന്നു. നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിന്റെ എഫേർട്സ് കാണുമ്പോൾ എങ്ങനെ ഞങ്ങൾ പ്രോഗ്രസ് ചെയ്യാതിരിക്കും. പിന്നെ എന്നെ ഏറ്റവും ആകർഷിച്ചത് സാറ് ശാസ്ത്രീയമായ തലങ്ങളിലൂടെയാണ് പഠിപ്പിക്കുന്നത്. അത് എത്ര നന്നായിട്ട് പ്രസന്റേഷനും എല്ലാം മനസ്സിലാവുന്ന വിധത്തില് പറഞ്ഞു തരുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എനിക്കറിയില്ല, ഞാൻ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ ക്ലാസ്സിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതൊക്കെ വീണ്ടും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ആ ടെൻഷൻ കുറവുണ്ട്. പിന്നെ സാറ് പറഞ്ഞില്ലേ, ഈ നമ്മളുടെ നെഗറ്റീവ് ചിന്തകൾക്ക് പകരം ഞാൻ പോസിറ്റീവ് കയറ്റാൻ നോക്കുന്നുണ്ട്. നമ്മുടെ മനസ്സ് നന്നാവുമ്പോൾ നമുക്ക് ചുറ്റുമുള്ളവരും നന്നാവുന്നു. ശരിക്കും എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് നന്മകൾ വരുന്നുണ്ട്. അത് എൻ്റെ മനസ്സിന്റെ ഒരു ഇതും കൂടിയാണ്. സാറിന് 1000 നന്ദി. അതുപോലെ കരീം സാറിനും ടീമിനും മെന്റേഴ്സിനും എല്ലാം നന്ദി പറയുന്നു. താങ്ക് യു സാർ. താങ്ക് യു. ഓക്കെ, വളരെ സന്തോഷം. ഇത് ഈ ഒരു വാക്കുകൾ എന്ന് പറയുമ്പോൾ അവരുടെ മാറ്റം അവിടെ സ്ഥിരപ്പെടുകയും അതേപോലെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് ഭാവിയിൽ ഉണ്ടാവുകയും ചെയ്യാനുള്ള ഒരു കാരണമാണ്. വളരെ സന്തോഷം. അതേപോലെ തന്നെ ഒത്തിരി ഡൗട്ട്സുകളും മറ്റൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. ഈ ഒരു മാറ്റത്തിന് ഹാപ്പി പാർക്കിന് തികച്ചും സന്തോഷമുണ്ട്. ഈ വർക്കുകളൊക്കെ നിങ്ങൾ കൃത്യമായി ചെയ്യുന്നത് ഞങ്ങൾ നിങ്ങളോട് കൃത്യമായ നന്ദി അറിയിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇനി അടുത്ത ആളാരാണ്? ഓക്കെ, നെക്സ്റ്റ്. പേര് മുരളി, വടകരയാണ്. പറയൂ സാർ. സാറ് ഓർക്കുന്നുണ്ടോ? അറിയാം, എറണാകുളത്ത് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞു, ഞാൻ കൊടകരയായിരുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞ ഭയങ്കര ഒരു മിറാക്കിളാണ് സാർ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ എൻ്റെ ഒരു 2 ഷോപ്പ് കൂട്ടി മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു. പിന്നെ വീട്ടില് വൈഫ് എന്ന് പറഞ്ഞ ആളായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അവര് നമ്മളെ വിട്ടുപോയി. മക്കൾ എൻ്റെ കൂടെയാണ്. എല്ലാ ദിവസവും എന്നും ഒരേ സ്ട്രെസ്, ഒരേ പ്രശ്നങ്ങൾ. ഭക്ഷണം ഉണ്ടാക്കണം, വെളുപ്പിനിരിക്കണം,
100,000 പ്രശ്നങ്ങൾ, സാമ്പത്തികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ, അതേമാതിരി തന്നെ പഠിക്കാൻ വിടാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോയി. ലാസ്റ്റ് ഒരു രക്ഷയില്ല, മക്കളെയും കൊല്ലണം, ആത്മഹത്യ ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇങ്ങനെ എന്നും അത് തന്നെ ഇങ്ങനെ ചിന്തകൾ വന്നപ്പോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് തന്നെ കുറച്ച് ഗുളികകൾ എടുത്ത്, നെട്രോസിൻ എന്ന് പറയുന്ന വീര്യം കൂടിയ ഗുളികകളൊക്കെ എടുത്ത് വെച്ച് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞ് ഇനി ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടാതിരിക്കാനുള്ള കാര്യം കൂടി നമ്മൾ ആലോചിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു മാനസിക വിഷമത്തിലാണ് ഞാൻ കഴിഞ്ഞു പോയത്. അങ്ങനെയാണ് മുന്നേ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് പലതരത്തിലുള്ള മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു മെഡിറ്റേഷൻ സാറിനെ കണ്ട് ഈ ഫേസ്ബുക്കിൽ കൂടെ വന്ന് നമ്മളിത് മനസ്സിലാക്കി അങ്ങനെ കാലത്തൊക്കെ ചെയ്യാൻ തുടങ്ങി. കുറച്ച് ദിവസമൊക്കെ ചെയ്തപ്പോൾ പിന്നെയും മനസ്സ് നീർന്നു നിൽക്കുന്നില്ല. അങ്ങനെ സൗദ മേഡത്തിനെ ഞാൻ ആദ്യം വിളിച്ചു. സൗദ മേഡത്തിൽ നിന്ന് കുറെ നല്ല നല്ല വാക്കുകൾ കിട്ടി, സാറിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഒരിക്കൽ സാറിന്റെ നമ്പർ എടുത്ത് സാറിന് വിളിച്ചു. സാറും കുറെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നിട്ട് കൂടി സാറിനെ ഒരുപാട് അനുഗ്രഹം കൊണ്ട് എനിക്ക് അവിടെ വരാൻ പറ്റി. സാറിന്റെ കാരുണ്യം കൊണ്ട് എനിക്ക് അവിടെ വരാൻ പറ്റി. ഗിഫ്റ്റിൽ പങ്കെടുത്തു. ഗിഫ്റ്റിൽ പങ്കെടുത്തപ്പോഴാണ് എനിക്ക് യഥാർത്ഥ ഒരു കാര്യം മനസ്സിലായത്. അത് കഴിഞ്ഞിട്ടും എനിക്ക് അത് കൃത്യമായിട്ട് തുടരാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് പ്രത്യേകമായിട്ട് സംസാരിച്ചു. അപ്പൊ സാറ് എനിക്ക് അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നപ്പോ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മുടെ വൈരാഗ്യമുള്ള ആൾക്കാരെ നമ്മൾ മനസ്സുകൊണ്ട് പുറത്തു കൊടുത്തപ്പോ, അവരോട് ക്ഷമിച്ചപ്പോ തന്നെ എൻ്റെ കുറെ കാര്യങ്ങൾ റിലീഫായി എന്ന് മനസ്സിലായി. സാറ് പറഞ്ഞ ഒറ്റ കാര്യം കൊണ്ടാണ്. തന്നെയല്ല, സയന്റിഫിക്കലായിട്ട് സാറ് ചെയ്തു തന്ന കുറെ ടെക്നിക്കുകള് അത് ജീവിതത്തിൽ ഭയങ്കര മാറ്റം വരും. മുന്നേ മെഡിറ്റേഷൻ വിപാസനയൊക്കെ ഞാൻ ചെയ്തിരുന്നപ്പോ 10 ദിവസം മിണ്ടാതിരിക്കുകയും അവിടെ മാത്രം താമസിക്കുകയും ഒന്നും ഫോണൊന്നും അറ്റൻഡ് ചെയ്യാണ്ട് ചെയ്തപ്പോഴൊന്നും ഇത്രയും ഒരു ഗുണങ്ങള് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ടെക്നിക്കൽ വശങ്ങളിൽ നമ്മൾ വന്നപ്പോ കുറെ കൂടി ഈസിയായി, നമുക്ക് അനുഭവങ്ങൾ ഒത്തിരി കൂടി എന്നുള്ളൊരു കാര്യം ഭയങ്കരമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അപ്പോ ഇന്ന് അതേമാതിരി തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ എനിക്ക് അതും ഒരുപാട് ഗുണങ്ങൾ ചെയ്തു. എന്തായാലും ഇന്ന് ഞാൻ വളരെ ടെൻഷൻ ഫ്രീ ആണ്. ഇപ്പൊ ഞാൻ ബിസിനസ്സിലേക്ക്, എന്റെ മാർക്കറ്റിംഗിൽ വളരെ എക്സ്പീരിയൻസ്ഡ്, 10-17 കൊല്ലത്തെ എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു. ഞാനാണ് ഇത്രയും തകർന്ന് താഴത്തോട്ട് വന്നത്. എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുത്ത ഞാൻ എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ കുറുന്തോട്ടിക്ക് വാദം വന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷെ ഇപ്പോ ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷമാണ്, 100% പെർഫെക്റ്റ് ആണ്. അതിനെല്ലാത്തിനും കരീം സാറിനോടും അതേമാതിരി തന്നെ നമ്മുടെ ക്രൂവിലിരിക്കുന്ന എന്റെ മെന്ററോടും എല്ലാവർക്കും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സർ. ഓക്കെ വളരെ 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 സന്തോഷം. നമ്മുടെ മുരളീധരൻ സാർ, അദ്ദേഹം വളരെ എഫേർട്ട് എടുത്ത് ആ പ്രോഗ്രാമിന് പങ്കെടുക്കുകയും ഒത്തിരി ഇഷ്യൂസ് ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ, ഒരു വലിയ ഒരു കൂട്ടത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയെന്നൊക്കെ പറയുമ്പോൾ ഈ ഹാപ്പി പാർക്കിന്റെ നമ്മുടെയൊക്കെ ഒരു എന്താ പറയാ, ഇതിന്റെയൊക്കെ ഒരു പുണ്യം എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവര്. ഇതിന് ഒക്കെ പകരം വെക്കാൻ എന്തുവാണുള്ളത്? നമ്മൾ കേരളത്തിൽ അങ്ങനെ ന്യൂസ് കേട്ടിരുന്നെങ്കിൽ നമ്മളൊക്കെ തകർന്നു പോകുമായിരുന്നില്ലേ? അപ്പോ റിയലി സ്കൂളുകളിലും കോളേജുകളിലൊന്നും ഈ രൂപത്തിൽ ആവശ്യമായതിന് വേണ്ട പോലെ പഠിപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. വളരെ വളരെ സന്തോഷം മുരളീധരൻ സാർ. ഒരുപാട് ആളുകൾക്ക് ഇതൊരു മോട്ടിവേഷൻ ആവട്ടെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ഇതൊരു അത്ഭുതമേ അല്ല. ഞാൻ അവിടെ നമ്മുടെ ഇമോഷണൽ ഫ്രീഡം ടെക്നിക്സിന്റെ ക്ലാസ്സിലൊക്കെ ഞാൻ പറയുന്നത് മുഴുവനും ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസ് വെച്ചുകൊണ്ടല്ലേ മുരളീധരൻ സാർ? യെസ് ഓർ നോ? ഹലോ, അതായത് സയൻസിന്റെ പിൻബലത്തിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, ലോ ഓഫ് അട്രാക്ഷൻ ആണെങ്കിലും എല്ലാം. ഇനിയിപ്പോ ഒരു ട്രഷർ എന്ന് പറയുന്ന ഒരു കോഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതും അങ്ങനെ തന്നെ. ഒരിക്കലും ശാസ്ത്രത്തെ വിട്ടുകൊണ്ട് അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മിറാക്കിളിന്റെ പിന്നാലെ പോകുന്ന ഒരു ഏർപ്പാട് ഈ വിഷയത്തിലില്ല. ഓക്കെ, ഇനി അടുത്ത ആൾ സംസാരിച്ചോളൂ. പ്ലീസ് കം. അടുത്ത ആളായിരുന്നു സാർ. എൻ്റെ പേര് എബി. പറയൂ. ഞാൻ എറണാകുളത്ത് EFT പങ്കെടുത്ത ആളായിരുന്നു. ഓക്കെ. ഞാൻ നമ്മുടെ 99 കോഴ്സിലാണ് ആദ്യമായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തത്.
എൻ്റെ ജീവിതത്തിൽ മുരളി സാർ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഡിപ്രഷൻ മുകളിലേക്ക് കുടുംബ ജീവിതത്തിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലൊക്കെ ഭയങ്കര തകർന്നിരുന്ന സമയത്ത് ഇങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ സാറിൻ്റെ ഔചാരികമായിട്ട് ഈ 99 പ്രോഗ്രാമിൽ ഞാൻ പങ്കെടുത്തത്. പക്ഷെ അതിനുശേഷം നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ വന്നു. അതിൽ നോക്കിയപ്പോൾ ഇതിൽ എന്തോ ഉണ്ടല്ലോ എന്ന് എനിക്കൊരു ചിന്താഗതി എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. അതിനുശേഷം പരമാവധി ഞാൻ നമ്മുടെ ക്ലാസ്സിൽ ഞാനത് പല നോട്ട് ചെയ്തെടുത്ത് പല കുറി അത് റീഡ് ചെയ്യും. അതിനെപ്പറ്റി എനിക്ക് കുറേ കൂടെ ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്ന സമയത്താണ് EFTയുടെ ഓൺലൈൻ ക്ലാസ്സിൽ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞ് ബദർ സാറെ എന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യും. അപ്പോൾ സാറ് പറഞ്ഞ് എന്നോട് പറഞ്ഞു ഇവി അതിൽ നല്ലത് ഓഫ്ലൈനിൽ പങ്കെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്നുള്ളൊരു ഉപദേശം എനിക്ക് തന്നു. അത് പങ്കെടുക്കാൻ വന്നപ്പോഴേക്കാണെങ്കിൽ ഞാൻ ഭയങ്കര ഒരു സാറ് എന്നെ ഓർമ്മ സാർ എൻ്റെ കൈ പിടിച്ചിട്ട് ഇയാൾ ഇവിടെ അല്ലേ, സാറ് ഇവിടെ അല്ലേ എന്നൊരു ചോദ്യം എന്നോട് ചോദിച്ചു. അങ്ങനെ ഒരു മൈൻഡിലായിരുന്നു ഞാൻ. പക്ഷെ അത് കേട്ട് എനിക്ക് ഞാൻ വീട്ടിൽ വന്ന് ആ ക്ലാസ് ഒക്കെ കേട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഭയങ്കര ഒരു ഫീലിങ്സ് ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ വീട്ടിൽ വന്ന് സാറ് പറഞ്ഞത് നമ്മൾ EFT ഞാൻ ചിലപ്പോൾ 1 മണിക്കൂറൊക്കെ ആണ് EFT ചെയ്യുന്നത്. 15 മിനിറ്റ് എന്നുള്ള 1 മണിക്കൂറൊക്കെ ഒരു രാവിലെ ഉച്ചയ്ക്ക് ഡ്യൂട്ടി സമയത്തൊക്കെ വന്നിട്ട് ജോലി സമയത്തൊക്കെ ആയിരിക്കും എല്ലാവരും ഫുഡ് കഴിക്കുന്ന സമയത്ത് EFT ചെയ്യാൻ പോകും. മാറിപ്പോയിരുന്നു EFT ഒക്കെ. പക്ഷെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ എന്തിനും നേരിടാനുള്ള ഒരു ധൈര്യം, വളരെ സന്തോഷം കൊണ്ട് നമ്മൾ കരഞ്ഞു പോകും. അതുപോലത്തെ ഒരു അവസ്ഥയാണ്. ഞാൻ ഇപ്പം നമ്മുടെ മെന്റേഴ്സ് ആണെങ്കിലോ ഇപ്പൊ എന്നെ ബദ്രുദ്ദീൻ സാറ്, റഹ്നത്ത മാഡം ഒക്കെ 1.5 ദിവസങ്ങൾ നമ്മളെ കോൺടാക്ട് ചെയ്യും. ബദ്രുദ്ദീൻ സാറാണെങ്കിലും നമ്മളെ ശരിക്ക് എന്ത് സംശയമുള്ള ഏത് സമയത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ എനിക്ക് നമ്മൾ എന്തൊരു നെഗറ്റിവിറ്റി ആയിരുന്നു എന്നുള്ളതിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റി. നമ്മുടെ ദേഷ്യം, നിരാശ, ഡിപ്രഷൻ, അപകർഷാബോധം, അങ്ങനെ പല കാര്യങ്ങളും ഓരോന്നിനും നമ്മൾ പേരെടുത്ത് ചെയ്തു കഴിയുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖം, ആ ഒരു പിന്നെ ബദ്രുദ്ദീൻ സാറിന്റെ ഒരു ഇതും കൂടെ കൂടിയാണ് ഞാനിപ്പോൾ ട്രഷറിലേക്ക് വരുവാണ്. എൻ്റെ അടുത്ത 19 തീയതി നടക്കുന്ന അഡ്വാൻസ് കോഴ്സിലേക്കൊക്കെ. അപ്പോൾ നമ്മൾ ഹാപ്പി പാർക്കിന്റെ പുതിയ കോഴ്സ് ഉണ്ടോ എന്ന് ഓരോ ദിവസം നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അത്രയ്ക്കൊരു ഫീലിങ്സിലായിരുന്നു. മറ്റുള്ളവരെ മനസ്സിലാക്കാനും നമ്മുടെ ഇടപെടൽ എങ്ങനെയാണെന്നും അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു പുതിയൊരു ജീവിതത്തിലേക്ക് ഞാൻ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. അതിന് ഹാപ്പി പാർക്കിനും അതിനെ സഹായിക്കുന്ന മെന്റേഴ്സിനും ഒക്കെ എൻ്റെ നന്ദി. താങ്ക് യു സാർ. ഓക്കെ അബി, വളരെ വളരെ സന്തോഷം. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത്. ഹാപ്പി പാർക്കിനെ സംബന്ധിച്ചിടത്തോളം ഹാപ്പി പാർക്കിന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ് ഈ അനുഭവങ്ങൾ തന്നെയാണ്, ആളുകളുടെ ലൈഫിൽ വരുന്ന ശക്തമായ മാറ്റം. ഏതായാലും വളരെ സന്തോഷം. ഇനി അടുത്തതായിട്ട് ആരാണ് സംസാരിക്കുന്നത്? അടുത്ത സാർ പത്തനംതിട്ടയിൽ നിന്ന് രാജേഷ് കുമാർ. പറയൂ സാർ. സാറേ, വളരെ നല്ല ഒരു ട്രെയിനിങ് പ്രോഗ്രാം തന്നെയാണ് സാറ് തന്നത്. ഹാപ്പി പാർക്കിന്റെ ടീം അംഗങ്ങളോടും സാറിനോടുമുള്ള അഗീതവുമായി നന്ദി അറിയിക്കുന്നു. എൻ്റെ മെന്റർ മജിദ മാഡം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. വിരൽ വെക്കുന്നുണ്ട് ക്യാമറയിൽ, സാറെ മുഖം കാണുന്നില്ല. കോൺഫിഡൻസോടെ കാര്യങ്ങൾ ചെയ്യാൻ എല്ലാ കാര്യങ്ങളും വളരെ കോൺഫിഡൻസോടെ ഇടപെടാനൊക്കെയുള്ള വളരെ ധൈര്യം, കോൺഫിഡൻസ്, എന്ത് പ്രശ്നത്തെ നേരിടാനുള്ള ഒരു പ്രോഗ്രാം തന്നെയാണ് EFT എന്ന് തോന്നിപ്പോകുന്നത്. ശരിയല്ലേ സാർ? തെറ്റുണ്ടെങ്കിൽ പറയണം. ഞാൻ നല്ലതായി EFT ചെയ്യുന്നുണ്ട്. പല കാര്യങ്ങളിലും വളരെ എഫക്റ്റീവാണ്. ഇതെല്ലാവരും തന്നെ പഠിക്കണം. മനുഷ്യന് വളരെ അത്യാവശ്യമാണ്. എല്ലാ ആളുകൾക്കും, കുട്ടികൾക്കും എല്ലാം അത്യാവശ്യമാണ്. വളരെയധികം താങ്ക് യു സാർ, ടീമിനും മെന്ററിനും എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ വളരെ സന്തോഷം. നമ്മുടെ പത്തനംതിട്ടയിൽ വന്ന നമ്മുടെ എന്താ പറയാ രാജേഷ് കുമാർ എല്ലാവരും കേട്ടു. അതായത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് മാറ്റം വരുത്തേണ്ടത് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വളരെ സന്തോഷം. ഇനി അടുത്ത ആര് സംസാരിക്കുന്നു? എന്റെ പേര് സുധീർ. അടുത്ത ഞാൻ പറയാം സാർ. സംസാരിച്ചു. അങ്ങനെ ഇപ്പൊ കഴിഞ്ഞ ഒരു ഗ്യാപ്പ് തരണം കേട്ടോ, വണ്ടി ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്.
ചെറിയ ഗ്യാപ്പ് തരണം. ഓക്കെ, സുധീർ സാർ സംസാരിച്ചോളൂ. കേൾക്കുന്നില്ല. cannot hear. കേൾക്കുന്നില്ല സാർ. ഓപ്പൺ ആക്കും. ഇപ്പൊ കേൾക്കാം. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ചില കാര്യങ്ങളിൽ ഒരു ഭയങ്കര ടെൻഷനായിരുന്നു. യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് ഈ സ്ട്രെസ് എങ്ങനെ മാറുന്നു. സാറിന് ഈ ഹെഡ്ഫോൺ ഒഴിവാക്കോ സാർ? ഹെഡ്ഫോൺ ഒഴിവാക്കിയിട്ട് സംസാരിച്ചോളൂ. അങ്ങനെ ഫേസ്ബുക്കിൽ കണ്ടാണ് ഞാൻ ഇതോട്ട് കയറിയതിപ്പം എനിക്ക് അത് ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം എന്തെന്നില്ലാത്ത മാറ്റം, ഭയങ്കര മാറ്റം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളത്. കാരണം എന്റെ സ്ട്രെസ് നല്ല രീതിയിൽ കുറഞ്ഞു. പിന്നെ സാറ് പറഞ്ഞല്ലോ, നമ്മൾ മാറുന്നുണ്ട്. നമ്മളെ ആ സ്വഭാവത്തിൽ മാറ്റം, കാര്യങ്ങളിലും മാറ്റം വരുമ്പോൾ മൊത്തത്തിലൊരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എന്റെ കുടുംബത്തിനായാലും മറ്റുള്ള കാര്യങ്ങളിലായാലും. പിന്നെ അതുപോലെ തന്നെ എന്റെ ആദ്യം സംസാരിച്ച സനമേളമാണ്. അവരുടെ ആ ഒരു സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഒരു സ്പീക്കറാണ്. അവരൊക്കെ നല്ല സംസാരിച്ച് അവരൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാറിന്റെ ക്ലാസ്, അതെന്തൊക്കെയായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. സാർ IFT എന്ന് പറയുന്നത് എന്തോ എനിക്ക് പറയാൻ ബാക്കിയുള്ള അത്രയ്ക്കും ഉള്ള ഒരു മനോഹരമായ ഒരു ഇതാണ്. ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിരുന്നത്. എനിക്ക് ഒരുപാട് ചേഞ്ചുകൾ ഉണ്ടായി. ഇനിയും എനിക്ക് അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം, ഓഫ്ലൈൻ കോഴ്സിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹവുമുണ്ട്. അതിന് സാറിന് വളരെയധികം നന്ദി പറയുന്നു. അതുപോലെ തന്നെ അതിന് സമയത്തിന് ഞാൻ എത്രമാത്രം ഞാൻ നന്ദി പറയുന്നു, അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ട ഈ ഒരു കോഴ്സാണ്. താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ. എത്രമാത്രം നന്ദി പറയുന്നു അത്രത്തോളം നിങ്ങൾ പുരോഗതി ഉണ്ടാവുകയും ചെയ്യും. അപ്പോ സാറ് ഇതിൽ ഓൺലൈനിൽ മാത്രമല്ല സാറ് പങ്കെടുത്തു, ഓഫ്ലൈനിൽ പങ്കെടുത്തിട്ടില്ലല്ലോ? അതെ, ഇല്ലല്ല, ഓഫ്ലൈനിൽ എനിക്ക് പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കുഴപ്പമില്ല, നമുക്കിനി ഉണ്ടാവും. ഓക്കെ ശരി. ഏതായാലും വളരെ വളരെ സന്തോഷം. അപ്പൊ ഈ ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെ, നിങ്ങളൊക്കെ എനിക്ക് പറയുവാനുള്ളത്, നമുക്കൊക്കെ ഈ ലോകത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മ മറ്റുള്ളവരെ നന്നാക്കലല്ല എന്നതാണ് ഏറ്റവും വലിയൊരു തിരിച്ചറിവ്. നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ അവൻ ശരിയാവാത്തത്, എന്താണ് അവൾ ശരിയാവാത്തത്, എന്താണ് ഇങ്ങനെ, ഇതാ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അധികം ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ജോലിയാണ്. അപ്പൊ സത്യത്തിൽ നമ്മൾ ഈ ലോകത്തിന് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരിക തന്നെയാണ്. അത് മാത്രമേ ലൈഫിൽ പുരോഗതിക്ക് ഒരു നിദാനമായിട്ടുള്ളൂ എന്നത് യാതൊരു സംശയമുണ്ട്. ഓക്കെ, ഇനി അടുത്ത ആൾ സംസാരിച്ചോളൂ. അടുത്താരായിരുന്നു? ഞാൻ പറയാം. പറയൂ. ആരാണ്? ഒരാൾ സംസാരിക്കൂ. ഓക്കെ, ലളിതകുമാരി സംസാരിച്ചോളൂ. എന്നാൽ പറയൂ. ഞാൻ കോട്ടയം ലളിതകുമാരിയാണ്. ഞാൻ ഹാപ്പി പാർക്ക് വന്നിട്ട് 3 മാസമേ ആയുള്ളൂ. എന്നെ സമ്മാനമാണ് അവിടെ എത്തിച്ചത്. അതിന് 1000 നന്ദി ഇപ്പം ഞാൻ പറയുകയാണ്. ഹാപ്പി പാർക്കിലൂടെ വന്ന കരീം സാറിന്റെ ഈ മെഡിറ്റേഷനിലൂടെയും ഈ മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതോടെ ഏറ്റവും വളരെ നന്ദിയുണ്ട്. അതിലൂടെ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല കൂർമ്മയാണ്, നല്ല സന്തോഷമാണ്. എനിക്കൊരു പ്രതീക്ഷ എന്നിൽ വന്നതുപോലെ എനിക്കൊരു തോന്നലുണ്ട്. എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. EFT ഒക്കെ ആണെങ്കിൽ എന്നും ഞാൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നതിലൂടെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. ശരീരത്തിനും മനസ്സിനും എന്റെ ഹൃദയത്തിനും ഒക്കെ നല്ലൊരു കൂർമ്മയാണ്. ഇപ്പം എനിക്കിങ്ങനെ ഒരു പ്രതീക്ഷ എന്തോ എനിക്ക് എന്നിൽ വരാൻ പോകുന്നു എന്നൊരു തോന്നൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ഹാപ്പി പാർക്കിലുള്ള എല്ലാവർക്കും വളരെ 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 നന്ദി. ക്ലാസ് എടുക്കുന്ന മേറ്റർമാർക്കും എന്നോട് എന്റെ വന്ന മാജിദ മാഡം ആയിരുന്നു. എല്ലാവർക്കും വളരെ വളരെ നന്ദി പറയുകയാണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പോൾ EFTയുടെ ഒരു അഡ്വാൻസ് സെഷൻ ഇനി ഈ വരുന്ന 19-ാം തീയതി എറണാകുളത്തും 26-ാം തീയതി കോഴിക്കോട് നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഇത് നമ്മൾ റിയലി ഇതൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടി ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാം, നമുക്ക് ഇത് നമ്മുടെ ഒരു മെയിൻ, അതായത് ഇതിരിക്കുന്ന ഒരു പേഴ്സൺ അല്ല. നമ്മള് എന്താ പറയാ, രഘു സാർ എവിടെയാണ്? വീട് എവിടെയായിരുന്നു? സ്ഥലം എവിടെയായിരുന്നു? ഞാൻ ഇടവണ്ണപ്പാറാണ്. നിങ്ങളെ മൊക്ക റൂട്ടിനാണ് പോകല്. നമുക്ക് ഓഫീസുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യൂ.
ഓക്കെ, നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സമയത്തിന്റെ കുറച്ച് ഭാഗം നമ്മുടെ ഉള്ളിലെ ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുകയേ വേണ്ടൂ. നമ്മുടെ സമയത്തിന്റെ കുറച്ച് സമയം നമ്മുടെ ഉള്ളിനെ ഒന്ന് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കേണ്ട പണിയെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുന്നില്ല എന്നത് മാത്രമാണ്. ക്യാൻ യു അഗ്രി വിത്ത് മീ മൈ ഡിയർ ഫ്രണ്ട്സ്? യെസ് ഓർ നോ? ഇതാണ് ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം. അവർക്ക് വേണ്ടി അവരുടെ ലൈഫിനെ മാറ്റാൻ വേണ്ടി ഒരു സമയം മാറ്റി വെക്കാൻ അവരുടെ അടുത്ത് ഇല്ല. ഇതാണ് ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധം. ഓക്കെ, അടുത്ത ആൾ സംസാരിച്ചേ. കുറെ ആളുകൾ സംസാരിക്കാനുണ്ട്, എങ്കിലും ഇത് എന്താ പറയാ, ഒന്ന് ആര് നന്ദി കാണിക്കുന്നുവോ അല്ലെങ്കിൽ ആര് അവരുടെ ഗുണങ്ങളെ എണ്ണി പറയുന്നുവോ അവർക്കത് കൂടുതൽ കൂടുതൽ കിട്ടും. അതൊരു പ്രപഞ്ച സത്യമാണ്. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ അഷ്റഫ് സാറെ പരാതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളടുത്ത് നമ്മൾ എപ്പോഴും ഓടിപ്പോവില്ലേ? എസ്വർണോ? അതാണ് ഈ പ്രപഞ്ചത്തിന്റെ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, സംസാരിക്കുന്നു. രാജേഷ് സാറൊക്കെ കാണുന്നുണ്ട്. രാജേഷ് സാറൊക്കെ രാജേഷ് ശ്രീധരൻ സാർ ഞാൻ കാണുന്നുണ്ട്. ഹാപ്പി ആയി പോകുന്നില്ലേ കാര്യങ്ങളൊക്കെ? ഹാപ്പി ആയി പോകുന്നുണ്ട് സാർ. ഓക്കെ, വളരെ സന്തോഷം. ഹാപ്പി ആയി പോകുന്നുണ്ട് സാർ. ഓക്കെ, ഇനി അടുത്ത ആൾ സംസാരിക്കാൻ ആരായിരുന്നു? അടുത്ത ഞാൻ പറയൂ. വളരെ നല്ല ഒരു മോട്ടിവേഷൻ, ഒരു റോഡ് തന്നെയാണ് ഈ ട്രെയിനിങ്ങിലൂടെ, മെഡിറ്റേഷനിലൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തിനേയും ധൈര്യസമേതം അപ്രോച്ച് ചെയ്യണമെന്ന ഒരു തന്റെ ഇടം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ എന്തിനേയും നേടിയെടുക്കാൻ പരിശ്രമിക്കണമെന്നൊരു ബോധം ഈ മെഡിറ്റേഷനിലൂടെ EFT-യിലൂടെയും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ മുമ്പൊന്നുമില്ലാത്ത ഒരു മനോധൈര്യവും ചെയ്തു പോയ തെറ്റിനെ കുറിച്ചുള്ള അത് തിരുത്താനുള്ള ഒരു തയ്യാറെടുപ്പും എന്നിൽ വന്നു ചേരുന്നു. അതുപോലെ വയറിന് ഗ്യാസ് ഉണ്ടായിരുന്നു, അത് കുറയുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇപ്പൊ ജോലി കിട്ടാൻ വേണ്ടിയാണ് EFT ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഇതിന്റെ ഡയറക്ടർ കരീം സാറിനും അതുപോലെ എല്ലാ മെന്റേഴ്സിനും സന ടീച്ചർക്കും എല്ലാവർക്കും എന്റെ അഗൈതവമായ നന്ദി അർപ്പിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ 1000 അരളിപ്പൂക്കൾ വിരിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, വളരെ സന്തോഷം. അദ്ദേഹം നമ്മുടെ അലി സാറാണ്. ഐ തിങ്ക് അദ്ദേഹം, എനിക്ക് തോന്നുന്നത് 2 or 3 PG എങ്ങാനും ഉണ്ട് അദ്ദേഹത്തിന്, അല്ലേ? സൈക്കോളജിയിൽ അദ്ദേഹത്തിന് PG ഉണ്ട്, ഇംഗ്ലീഷിൽ PG ഉണ്ട്, അതുപോലെ തന്നെ പൊളിറ്റിക്സിൽ PG ഉണ്ട്. ഇനി PG ഇല്ലാത്ത ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി അലി സാർ. ഏത് ടോപ്പിക്കിലാണ് PG ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ മതി. അത്രയും ഡിഗ്രികളുടെയും PG-കളുടെയും ഒരു ഉടമസ്ഥനാണ് നമ്മുടെ അലി സാർ. കൺഗ്രാചുലേഷൻ സാർ. അലി സാർ നമ്മുടെ കോഴിക്കോട് പ്രോഗ്രാമിൽ പങ്കെടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ പങ്കെടുത്തു. വൈകുന്നേരം പോകുമ്പം വാട്ട് യു ഫീൽ അലി സാർ? അദ്ദേഹം ഫുൾ അന്ന് ഫീഡ്ബാക്ക് ഒക്കെ ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. വാട്ട് യു ഫീൽ വെൻ യു ഫിനിഷ് ദി കോഴ്സ്, ഫിനിഷ് ദി ക്ലാസ് അറ്റ് ദാറ്റ് ഡേ? വെരി ഗുഡ് ആൻഡ് കാച്ചി ആൻഡ് ഇൻസ്പിറേഷണൽ. ഓക്കെ, വളരെ സന്തോഷം. ശരി, ഇനി അടുത്തത് ആരായിരുന്നു? ഞാൻ പറഞ്ഞോളൂ, സംസാരിച്ചോളൂ സാർ. ഞാനും കുറച്ചു മുമ്പേ ഒരാൾ പറഞ്ഞതുമാതിരി ഞാനും എന്താ പറയുന്നത്, ഇനി മുന്നോട്ടില്ല എന്നുള്ള ഒരു സമയത്താണ് സത്യം പറഞ്ഞാൽ ഞാൻ കരീം സാറിനെ ഞാൻ ഈ ഫേസ്ബുക്കിൽ ഇത് കാണുന്നതും കരീം സാറിനെ പരിചയപ്പെടുന്നതും ഞാൻ ഈ മെഡിറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ അനുഭവിച്ച എന്താ പറയുന്നത്, അതുപോലെ ടെൻഷനുകളും പ്രയാസങ്ങളും ഒക്കെ ഒരുപാട് അനുഭവിച്ച്, ഇനി അനുഭവിക്കാനൊന്നുമില്ല ജീവിതത്തിൽ, അതുമാതിരി തന്നെ അനുഭവിച്ച് മുന്നോട്ട് വന്ന ഒരാളാണ്. അപ്പം ക്ലാസ്സിൽ പങ്കെടുത്തു, മെഡിറ്റേഷനിൽ പങ്കെടുത്തു. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ ഇപ്പം ഞാൻ പിന്നെ ട്രഷറിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിലെല്ലാം പങ്കെടുത്തു. ഞാൻ എന്താ പറയുന്നത്, എനിക്ക് ഇത് എന്താ പറയുക, ഇനിയും എൻ്റെ കുടുംബജീവിതം തന്നെയാണ്, ഞാൻ അങ്ങനെയൊക്കെ പറയുവാണ്. ഇനിയും എങ്ങനെ ഇത് തിരിച്ചു വരും, തിരിച്ച് എങ്ങനെ എനിക്കൊരു നല്ല ലൈഫ് നല്ല രീതിയിൽ വരും എന്നൊക്കെ ചിന്തിച്ച ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം മാറി ഇപ്പം ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഒരുപാട് മാറ്റങ്ങളും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളായി. ഒരുപാട് നല്ല ഒരു കുടുംബം, ഞങ്ങള് സന്തോഷമായിട്ടൊക്കെ ഇപ്പൊ ജീവിക്കുന്നതിന്റെ ഒരു വക്കിലേക്ക് തന്നെ എത്തി കാര്യങ്ങളെല്ലാം.
ജീവിക്കാൻ ഒരു 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 സന്തോഷം, ഒരു കുടുംബം നല്ല രീതിയിൽ പോകാനുള്ള എല്ലാ കാര്യങ്ങളും ആയി. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പം പിന്നെ ഞാൻ എനിക്ക് എന്താ പറയുന്നത്, ഞാൻ ഇപ്പം വളരെയധികം ഹാപ്പിയാണ്, വളരെയധികം സന്തോഷവാനാണ്. അപ്പം പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുവാണ്, വീണ്ടും ഈ നെഗറ്റീവ് ചിന്തകളൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട് ഇപ്പോഴും. അത് കാലക്രമേണ മാറും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ മുതലേ എൻ്റെ ജീവിതത്തിലെ വളരെ കുഞ്ഞു പ്രായം തൊട്ടേ ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചു. ചെറുപ്പത്തിലെ മുതലേ നമ്മൾ ഈ പിന്നെ എന്താ പറയുന്നത്, ഒരു ദുഃഖകരമായ അന്തരീക്ഷത്തിൽ കൂടെ കടന്നു വന്ന ഒരാളാണ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം. അപ്പം അത് കാലക്രമേണ പതുക്കെ മാറും. ഇപ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അത് പതുക്കെ മാറി വരും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പം ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷമായിട്ട് തന്നെ ജീവിക്കുന്നു. സന്തോഷമായിട്ട് ഇപ്പം ഒരു നല്ല ഒരു ഇനി അങ്ങോട്ട് ഇപ്പോൾ 42 വയസ്സുണ്ട്. ഇനി അങ്ങോട്ട് സന്തോഷം, ജീവിതത്തിലെ ഒരുപാട് സന്തോഷമാകും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, വളരെ വളരെ സന്തോഷം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് തന്നെയാണ് ലൈഫിൽ വേണ്ടത്. ലൈഫിൽ ഒരിക്കലും നെഗറ്റിവിറ്റിയെ ഒഴിവാക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിക്കരുത്. നമ്മൾ EFTയുടെ ഓൺലൈൻ നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവായിട്ടുള്ള ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ ഒരു പ്രചോദനം ഉണ്ടാവുള്ളൂ. നെഗറ്റീവ് ചിന്തകളോ അങ്ങനെയുള്ള സംഗതികളോ ഒരുപക്ഷെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, എത്ര വിജയിച്ച ഒരാളാണെങ്കിലും ഈ ഒരു എന്താ പറയാ ലൈഫിൽ ഒത്തിരി ഇഷ്യൂസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനയും നെഗറ്റിവിറ്റിയെയും പരിപൂർണമായിട്ടും ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്. അതിൻ്റെ കൂടെ നമുക്ക് ജീവിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഉദാഹരണമായിട്ട് ഒരാൾ പറയാണ്, എനിക്ക് പഞ്ചസാര, എനിക്ക് മധുരം മാത്രം മതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. ഏതായാലും നമ്മുടെ രാജേഷ് സാറൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അദ്ദേഹം എത്രയോ ഡെഡിക്കേറ്റഡ് ആയ ഒരു പേഴ്സൺ ആണ്, നല്ല മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും എല്ലാവരും. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സാഹചര്യങ്ങൾ കൊണ്ട് ഒത്തിരി പറഞ്ഞാൽ തീരാത്ത അത്രയും അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാരണം. പക്ഷെ ഈ വെളിച്ചം അങ്ങ് കയറിയപ്പോ എല്ലാം മാറി. ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു രാജേഷ് സാർ ഫോർ വാച്ചിങ് യു ഇൻ ദിസ് സ്മൈലിംഗ് ഫേസ്. ഇതൊന്നും കാണാറില്ലായിരുന്നു നേരത്തെ. ഓക്കെ, വളരെ സന്തോഷം. ഇനി ആരാണ് സംസാരിക്കാനുള്ളത്? അതുപോലെ തന്നെ എറണാകുളത്ത് നമ്മുടെ എന്താ പറയാ 19-ാം തീയതി പ്രോഗ്രാംസ് ഉണ്ട്. സാറ് നേരത്തെ പങ്കെടുത്തതാണ്. ഒഴിവുണ്ടെങ്കിൽ വന്നോളൂ, കാണാം, നേരിട്ട് കാണാം. ഓക്കെ, ശരി. ഇനി അടുത്താരായിരുന്നു? ഓക്കെ, ഇനി നമുക്ക് 1-2 ആളോട് സംസാരിക്കാം. ആരാണ്? ഞാൻ സുഹറ. സംസാരിച്ചോളൂ. ഞാൻ 2 വർഷത്തോളായി ഗ്രൂപ്പിൽ വന്നിട്ട് വളരെ ഹാപ്പിയാണ്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ നടന്നു പോകുന്നു. അസുഖങ്ങളൊക്കെ മാറിയില്ലേ സുഹറ? മാറി സർ. അതൊക്കെ വല്ലാത്തൊരു സംഭവമാണ്. അതായത് ഏകദേശം എല്ലാം തീരുമാനമായി എന്ന സ്ഥലത്ത് നിന്നാണ് തിരിച്ചു വന്നത്. ഓക്കെ, തീരുമാനമായി എന്ന് പരസ്പരം ഫാമിലി ഗ്രൂപ്പിലൊക്കെ അങ്ങനെ ഒരു ചർച്ച വന്ന സ്ഥലത്തു നിന്നാണ് നമ്മുടെ സുഹറ മേഡം ഇപ്പൊ തിരിച്ചു വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം റിയലി ഇതൊക്കെ തന്നെയാണ് ഹാപ്പി പാർക്കിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു റിവാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ ഇവിടെ അനുഭവങ്ങളും മറ്റും പങ്കുവെക്കാനുണ്ടാവും. അപ്പൊ ഈ ഇങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുവാനുള്ള പ്രധാനമായ കാരണം, നമ്മൾ ഈ ഹോസ്പിറ്റലുകളും ഇതൊന്നും വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ അകത്ത് നോക്കി ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ കൺകണ്ട ദൈവങ്ങളാണ്. നമുക്കൊന്നും പറയാനില്ല. അവരുടെ സേവനം കൊണ്ട് തന്നെയാണ് എന്താ പറയാ ആരോഗ്യ മേഖല ഈ രൂപത്തിൽ പച്ചപിടിക്കുന്നു. ഒന്നും പറയാനില്ല. പക്ഷേ ഒരു കാലഘട്ടത്തിൽ ഈ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത് ഈ മനസ്സിന്റെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് നെഗ്ലക്ട് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു. മനസ്സും ശരീരവും ഒരു ബന്ധവുമില്ല. ടെൻഷൻ ഉള്ളത് കൊണ്ട് അറ്റാക്ക് ഉണ്ടാവുന്നു പറയാൻ പറ്റില്ല. ടെൻഷൻ ഉള്ളത് കൊണ്ട് കൊളസ്ട്രോളോ ക്യാൻസറോ വരുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അതൊക്കെ വെറുതെ പറയുന്നതാണ്.
അതുമായിട്ട് ഡസ് നോട്ട് ഹാവ് എനി റിലേഷൻസ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ അവിടുന്ന് മാറി ഇപ്പൊ ഡോക്ടേഴ്സ് കംപ്ലീറ്റ്ലി ഇതിലോട്ട് ആളുകളോട് പറഞ്ഞു വിടാൻ തുടങ്ങി. കൗൺസിലിംഗ് എടുക്കണം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്ന സ്ഥലത്തോട്ട് കാര്യങ്ങളെത്തി. ഡോക്ടേഴ്സ് ഇത് പറഞ്ഞിട്ട് പോലും ആളുകൾക്ക് പലർക്കും എന്താ പറയാ, അവരുടെ ഏതെങ്കിലും ഒരുപക്ഷെ എന്താ പറയുക, ഈ വിഷയത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ, അത്രേ പറയാൻ പറ്റൂ, വേറൊന്നുമില്ല. അറിവില്ലായ്മ എന്ന് മാത്രമേ, ഈ വിഷയത്തിൽ അനുഭവമില്ല, അറിവില്ല, ഇത് മാത്രമാണ്. പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചുകൊണ്ട് പച്ചയായ അനുഭവങ്ങൾ, ഞാൻ എവിടെയും ആരോടും അത്ഭുതങ്ങൾ കാണിക്കുന്നു എവിടെയും പറയാറില്ല. ഈ അത്ഭുതങ്ങളെ പിന്നാലെയും പോകരുത്. തികച്ചും ശാസ്ത്രീയമായി എന്തൊക്കെയാണ് നമ്മുടെ അകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ ബോഡി മെറ്റബോളിസം ഏത് രൂപത്തിൽ ചേഞ്ച് ആവുന്നു എന്ന് വരച്ച് കാണിച്ചുകൊണ്ടാണ് ആളുകളൊന്ന് ചെയ്യാൻ വേണ്ടി പറയുന്നത്. മനസ്സിലായോ? നമ്മുടെ ശങ്കർ സാർ ഇവിടെ ഉണ്ട്. ശങ്കർ സാർ, നിങ്ങൾ കുറെ നേരമായി ഇങ്ങനെ ചിരിച്ചിരിക്കുന്നത് കാണുന്നു, ഒന്ന് സംസാരിച്ചോളൂ. സാറേ ഭയങ്കര ബിസിയാണ് ഇപ്പോ. വെരി ഗുഡ്, അതാണ് വേണ്ടത്. ഗോൾ സെറ്റിങ്ങും അങ്ങനെയുള്ള വിഷൻ ബോർഡ് ഉണ്ടാക്കലും ഒക്കെ ഭയങ്കര ബിസിയാ. സാറിന്റെ കൂടെ കൂടിയ പിന്നെ നല്ല ബിസിയാ. വേറെ ഒന്നിനും സമയം കിട്ടുന്നില്ല ഇപ്പോ. പിന്നെ ഒരു സന്തോഷം പറയണ്ട സാറേ, മൂക്കിലെ ദശ ഒക്കെ കുറഞ്ഞു. ഇപ്പോ കുറച്ച് മണമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോ നേരത്തെ എന്തായിരുന്നു അതും പറഞ്ഞോളൂ, അത് ആളുകൾക്ക് മനസ്സിലാവില്ല, എനിക്കല്ല മനസ്സിലാവില്ല. അല്ല, ഒരുപാട് പേര് പറയുന്നത് കേട്ടു, നമുക്ക് ഈ മൂക്കിലെ ദശ വലിയ ഒരു സംഭവമാണ്. ഞാൻ ഒരു പ്രാവശ്യം സർജറി കഴിഞ്ഞതാ. സർജറി കഴിഞ്ഞിട്ട് ഒരു 2 വർഷം വലിയ കുഴപ്പമുണ്ടായില്ല. പിന്നെ വീണ്ടും അത് ഡെവലപ്പായി. നമ്മൾ ഡോക്ടറെ അടുത്ത് ENT അടുത്ത് പോവും. അപ്പോൾ സ്റ്റിറോയിഡ് തന്നാൽ, സ്റ്റിറോയിഡ് കഴിച്ചാൽ അത് ചുരുങ്ങും, അപ്പോൾ മണം വരും, എല്ലാം ക്ലിയർ ആവും. പക്ഷെ അതൊരു 2 മാസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്തായാലും ഇപ്പോൾ മോളൊക്കെ വന്ന് വീണ്ടും ഡോക്ടറെ അടുത്ത് പോയി ഒരു കോഴ്സ് മരുന്ന് വാങ്ങി വെച്ചു. അത് നമ്മുടെ EFT തുടങ്ങിയതിന് ശേഷം മുന്നേ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നമ്മൾ EFTയിൽ പങ്കെടുക്കില്ല. ആ മരുന്ന് കഴിച്ചില്ല. ഞാൻ ആ മരുന്ന് ഇവിടെ ഒരു സെറ്റ് മരുന്ന് ഇവിടെ വാങ്ങിച്ചു വെച്ചു. ഞാൻ എന്നിട്ട് ഇത് നമ്മളെ EFT ചെയ്ത് ടാപ്പിംഗ് ചെയ്ത് അങ്ങനെ ഇപ്പോൾ എനിക്ക് അത് മൂക്ക് നല്ല ശ്വസിക്കാനൊക്കെ നല്ല സുഖമായി. പിന്നെ ഇപ്പോൾ മണം ഒരുവിധമുള്ള കുറേ മണങ്ങളൊക്കെ വന്നു തുടങ്ങി. അതായത് അത്രയും ഓപ്പൺ ആയിട്ടില്ല, പക്ഷെ മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന്റെ പുറകെ തന്നെ കൂടി അതിൽ മരുന്ന് കഴിക്കാണ്ട് ഇപ്പോൾ എല്ലാം ഒരുവിധം ക്ലിയർ ആയി വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് സാറിനോട് പറയാന്ന് കരുതി. അപ്പൊ അതിന് ഒരുപാട് നന്ദി. നമുക്ക് അത് നമ്മൾ ഈ ഹാപ്പി പാർക്കിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ആ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത്. അപ്പോൾ ഞാൻ വീണ്ടും വീട്ടുകാരെ ഒരു സർജറിക്ക് കൂടെ നിർബന്ധിച്ചിരിക്കുകയാണ്. ഡോക്ടറും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അന്ന് വന്നപ്പോ സാറിന്റെ അടുത്ത് എറണാകുളത്ത് വെച്ച് പറഞ്ഞില്ലേ, അപ്പൊ സാറും പറഞ്ഞു ചെറിയ സർജറിയാണ്, അത് വേണമെങ്കിൽ പോയി ചെയ്തോളൂ എന്നും പറഞ്ഞു. പക്ഷെ എന്നിട്ടും ഞാൻ അതിനെ പിന്നിലേക്ക് നിന്നു. എന്നിട്ട് ഈ EFTയിൽ തന്നെ നമ്മൾ ഒരുപാട് ഞാൻ അതിന്റെ പണിയെടുത്തു. എന്നിട്ടിപ്പോ അതിന് സക്സസ് ആയി. ഇപ്പോ ദശയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, മണം വന്നു തുടങ്ങി. അപ്പോൾ ഇനിയും കണ്ടിന്യൂ ചെയ്യാം. ഇനിയിപ്പോ നമുക്ക് അഡ്വാൻസിൽ വരുന്നുണ്ടല്ലോ. അപ്പോ 19 തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് അവിടെ കാണാം. അപ്പോ ഒരുപാട് നന്ദി കരീം സാറിനും ടീമിനും, ബദറുദ്ദീൻ സാർ, മറ്റേ മെന്റേഴ്സ് എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇനി നമുക്ക് ട്രഷർ കോഴ്സിലൂടെ കൂടുതൽ മുന്നോട്ട് പോവാം. ട്രഷർ കോഴ്സിൽ പങ്കെടുത്തത് കൊണ്ട് സാറിന്റെ വര തെളിഞ്ഞു. ഇനി ഒന്നും പറയാനില്ല. ഇനി തിരിച്ചു പോകില്ല. ഇല്ല. അതായത് ഈ ദശ എന്ന് പറയുന്ന ഒന്നും വേണ്ട, ഈ ട്രഷർ കോഴ്സ് എന്ന് പറയുന്ന സംഭവം പൂർത്തിയാകുമ്പോഴേക്കും നമ്മുടെ എല്ലാ ലെവലും മാറും. എല്ലാ ലെവലും മാറും. ശാരീരികം, മാനസികം, സാമ്പത്തികം, എവറിത്തിങ് വിൽ ബി ചേഞ്ച്. സംശയമില്ല. ട്രഷറിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഇതിലുണ്ടോ? ഈ രാജേഷ് സാർ അല്ലാതെ, രാജേഷ് സാർ നേരെ സംസാരിച്ചു, ആരെങ്കിലും ഇതിലുണ്ടോ? എനിവൺ? ആരെങ്കിലും ഈ ക്ലാസ് എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒട്ടുമിക്ക ആളുകളും പുതിയതല്ല, അനുഭവം. അതായത് 4 മാസത്തോളം ഈ ട്രഷറിനെ അനുഭവിച്ച ആളുകളാണ്, പഴയ ആളുകളാണ് ചോദിക്കുന്നത്. പുതിയത് സാർ തുടങ്ങിയിട്ടില്ലല്ലോ. പഴയതാരാ ഉള്ളത്? നേരത്തെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവര് ഫുൾ ബിസിയാണ്. ഇപ്പൊ ക്ലാസ്സിൽ പങ്കെടുക്കാന്നവർക്ക് ഇപ്പൊ സമയമില്ല. എനിവൺ?
സാർ ഞാനുണ്ട്. ആരെ പേരെന്തായിരുന്നു? സന ടീച്ചർ. ഒന്ന് പറഞ്ഞോളൂ ടീച്ചറെ. നമ്മുടെ മെന്റേഴ്സ് ഒക്കെ വളരെ ഡെഡിക്കേറ്റഡ് ആണ്. സന ടീച്ചർ അതൊരു മെന്ററാണ്. എന്താ പറയാ, അതുപോലെ ഇവിടെ പറയാം, മാജിദയെ പറഞ്ഞു, റേഹാൻ തന്നെ പറഞ്ഞു, സന ടീച്ചറെ പറഞ്ഞു. എല്ലാവർക്കും ഞാൻ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഇത്രയും ആളുകൾ മുമ്പിൽ നിന്ന് നന്ദി അറിയിക്കുകയാണ്. കാരണം അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഒറ്റ കാര്യമാണ്. അവരോടൊക്കെ ചോദിച്ചാൽ മതി. ഞാൻ പറയുന്നത് ആളുകൾക്ക് മാറ്റം ഉണ്ടാക്കുക എന്നൊരൊറ്റ ഡ്യൂട്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കുമെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നമ്മൾ കൊടുക്കുന്നത് എത്രയോ ഇരട്ടിയായി നമുക്ക് കിട്ടും. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വോയിസ് ഇട്ടുകൊണ്ട് നമ്മുടെ മെന്റേഴ്സിന്റെ ആൾക്കാരെ ഓരോരുത്തരെയും ത്വര്യപ്പെടുത്താറുണ്ട്. സിൻസിയാരിറ്റിക്ക് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ. നിങ്ങളൊക്കെ അറിയാലോ, നിങ്ങളൊക്കെ വാങ്ങുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ എത്ര തുച്ഛമായ ഫീസാണ് നമ്മൾ വാങ്ങുന്നത്. എത്ര എക്സ്പെൻസസ് മീറ്റ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇതെല്ലാം കവർ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ടൊന്നുമല്ല. പക്ഷേ എന്താ പറയുക, ഞാൻ ചോദിക്കട്ടെ, സന ടീച്ചർ ഉണ്ട്, അതുപോലെ തന്നെ വേറെ കുറെ മെന്റേഴ്സ് ഇതിലുണ്ടല്ലോ. അവരുടെയൊക്കെ ലൈഫിൽ വരുന്ന ഈ നിങ്ങളുടെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കുന്ന ആളുകൾ, ഇപ്പോ മാജിദ ആവട്ടെ, റെഹാനത്താവട്ടെ, വേറെ ശ്രീനി ഇപ്പോ പുതിയതായിട്ട് വന്നതാണ്. അവർക്കൊക്കെ വേണമെങ്കിൽ സംസാരിക്കാം. മാജിദ ഇതിലുണ്ടോ? മാജിദ, ക്യാൻ യു ഹിയർ? കേൾക്കാമോ? ശരി, സന ടീച്ചറെ സംസാരിച്ചോളൂ. സാർ ഇപ്പോ നമ്മള് ഈ ഒരു ട്രഷർ ഏകദേശം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞല്ലോ. ഇപ്പൊ എന്റെ അഭിപ്രായം എന്ന് പറയുന്നത്, ഇപ്പൊ ഉള്ള ഈ ലോകത്തിന്റെ സാഹചര്യത്തില് ഓരോ വ്യക്തിക്കും ആവശ്യമാണ് ഈ ട്രഷർ കോഴ്സ്. ഈ ഒരു ട്രഷർ കോഴ്സിലേക്ക് വരുന്ന ആരാണെങ്കിൽ തന്നെ ഇപ്പോ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. പിന്നെ ഇന്നേ വരെയുള്ള നമ്മളെ ജീവിതമായിരിക്കില്ല ട്രഷറിൽ നമ്മൾ ജോയിൻ ചെയ്തത് മുതൽ. പിന്നെ എന്താ പറയാ, ആ ഒരു ലെവല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഓരോ ട്രഷറിന്റെ ഓരോ ക്ലാസ്സും പിന്നിടുമ്പോഴും അതെങ്ങനെ നിർവചിക്കണം എന്ന് പറയില്ല. കാരണം എങ്ങനെ ഞാൻ എന്ന നിലക്ക്, ഞാൻ എന്നൊരു വ്യക്തി എങ്ങനെ ആയിരിക്കണം, അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ എന്താണ് ഏത് സാഹചര്യമാണെങ്കിലും നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മുടെ ആ ഒരു കോൺഷ്യസ് പോയിന്റ് അല്ലെങ്കിൽ ആ ലെവല്, എനർജി ലെവല് അത് മാറ്റിയെടുക്കുന്നതോടുകൂടി നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളത് പൂർണ്ണമായിട്ട് എനിക്ക് ഏതൊരാൾക്ക് ഉറപ്പ് നൽകാനായിട്ട് നമുക്ക് പറ്റും. പിന്നെ നമ്മുടെ ഏതൊരു അവസ്ഥയും നമുക്ക് ചേഞ്ച് ചെയ്യാനും, പിന്നെ എന്താ പറയാ, എങ്ങനെ പറയണമെന്നറിയില്ല സാർ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ ഒരു ട്രഷറിന്റെ. അപ്പൊ ഓരോരുത്തരും, എന്റെ ഈ വാക്ക് കേൾക്കുന്ന ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന് മൂല്യം കൊടുക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. ഇനി ഇതിന് നമുക്ക് ചെലവഴിക്കുന്ന ആ ഒരു പണം എന്ന് പറയുന്നത് അതും നമ്മുടെ കയ്യിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എത്തും. അത് സാറ് പറഞ്ഞല്ലോ, ഒന്നും ഒരു അത്ഭുതമല്ലാന്ന്. ഇപ്പൊ അത്ഭുതം എന്ന് ഞാൻ പറയുന്നില്ല, സയൻസ് തന്നെയാണ്. ഓരോരുത്തരും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക, മറ്റൊന്നും നോക്കേണ്ടതില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം അതായത് വിജയിച്ചു തന്നെ പറയാം ഈ ഒരു ട്രഷറിൽ ജോയിൻ ചെയ്യാൻ പറ്റാൻ. താങ്ക് യു സർ. ഓക്കെ, വളരെ സന്തോഷം. അതുപോലെ തന്നെ ഞാൻ എല്ലാ ദിവസവും ഈ മെന്റേഴ്സിനോട് പറയാറില്ലേ, വിത്തൗട്ട് കണ്ടീഷൻ യു ഷുഡ് സെർവ് ദി സൊസൈറ്റി. എല്ലാ ദിവസവും ഞാൻ ഏകദേശം ദിവസങ്ങളിലൊക്കെ മെന്റേഴ്സിനോട് പറയുന്ന കാര്യം ഇത് തന്നെയാണ്. അതായത് അവർക്കൊക്കെ അറിയാം അവർക്കൊക്കെ എന്താണ് ഇതിൽ നിന്ന് ലഭിക്കുന്നത് എന്നുള്ളത്. അതൊന്നുമല്ല. അപ്പൊ സാർ അത് പറയാൻ പറ്റും. ഇപ്പൊ ഈ ഒരു മെന്റർ എന്ന നിലക്ക് ഓരോരുത്തരെയും വിളിച്ചിട്ട് ഇതൊന്നും ഇപ്പൊ ഈ പറഞ്ഞു കേട്ട കാര്യങ്ങള് ഇപ്പൊ ഇന്ന് കുറെ പേര് ഇവിടെ റിസൾട്ട് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ അത് പിന്നെ അവർക്ക് കിട്ടിയത് ഏറ്റവും വലിയ റിസൾട്ട് തന്നെ. പക്ഷെ ഇനി ഒരുപാട് പേര് ഇതിലുണ്ട്. അവര് പറയാന് എങ്ങനെ മൈക്ക് ഓപ്പൺ ആക്കി പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും. കാരണം നമുക്ക് ഓരോ ദിവസവും നമ്മുടെ സന്തോഷം ഇരട്ടിയാവുക. കാരണം ഈ ഒരു EFT ചെയ്തിട്ട് അവർക്ക് അവരുടെ ജീവിതത്തില് എന്താ പറയാ, ഇന്ന് ആളെയൊന്നും ഞാൻ പറയുന്നില്ല. ഒരാൾ പറഞ്ഞത് എന്റെ വീട് സന്തോഷം കൊണ്ട് നിറയാണ് ഇപ്പൊ എന്നാ പറഞ്ഞത്. ഒരുപാട് കാലമായിട്ട് നഷ്ടപ്പെട്ട ഒരു സന്തോഷം വീട്ടിലിങ്ങനെ ആ ആൾ ഈ ഗ്രൂപ്പിലുണ്ടാവും. വീട്ടിലിങ്ങനെ സന്തോഷം കൊണ്ട് നിറയാം. അത് കേൾക്കുമ്പോണ്ടല്ലോ നമ്മുടെ വീട്ടിലും നമ്മുടെ മനസ്സിലും കൂടിയാണ് ആ സന്തോഷം നിറയുന്നത്. വല്ലാത്തൊരു അനുഭൂതിയാണത്. അപ്പൊ സാറിന് ആ സമയത്തൊക്കെ സാറിനോട് പ്രത്യേകം നന്ദി മനസ്സിൽ പറയുക ചെയ്യാറുണ്ടത്. ഇപ്പൊ ഈ ഒരു മെന്റർ ആവാൻ പറ്റിയതിലും ഹാപ്പി വർക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയതിലൊക്കെ എപ്പോഴും സന്തോഷവും നന്ദിയാണ് സാർ. ഓക്കെ, വളരെ വളരെ സന്തോഷം. താൻ പാതി ദൈവം പാതി എന്നാണ് നമ്മൾ എന്നും പറയാറുള്ളത് അല്ലെ? താൻ പാതി ദൈവം പാതി. അപ്പൊ നമ്മൾ സാധാരണ ദൈവത്തിന്റെ പാതി ഇങ്ങോട്ട് പോരട്ടെ എന്നാണ്
അത് വേണ്ട, നമ്മുടെ പാതി ചെയ്താൽ മതി, ദൈവത്തിന്റെ പാതി ഓട്ടോമാറ്റിക്കലി വന്നുകൊണ്ടിരിക്കും, ഒരു സംശയവുമില്ല. ഏതായാലും വളരെയധികം സന്തോഷം. സംസാരിച്ചോളൂ സാറേ. ഇവരൊക്കെ ടീച്ചർ പറഞ്ഞ മാതിരി ഇവർ ഒരുപാട് ആൾക്കാർ സംസാരിക്കാനുണ്ട് ഇതില്. അടുത്തൊരു സെഷനിൽ സംസാരിക്കാം. ഇന്നിപ്പോ ഏകദേശം സമയമായില്ലേ, ഇനി വെക്കുകയാണെങ്കിൽ അടുത്തൊരു സെഷൻ നമുക്ക് സംസാരിക്കാം. ഇനി ഒരു സെഷൻ വേറെ വെക്കാം, കാരണം ഇന്ന് ഏകദേശം 9 മണിയോളമായി. ഒത്തിരി ആൾക്കാർ എനിക്കറിയാം. അതായത് ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കോഴ്സിൽ വന്നിട്ട് ഒരു മാറ്റവും ഇല്ലാത്ത ഒരാള് ഉണ്ടാവാൻ പ്രയാസമായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്താ പറയാ, ആർക്കെങ്കിലും ഒരു മാറ്റവും ഇല്ല എങ്കിൽ നമ്മൾ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വരെ റെഡിയാണ്, നമ്മൾ ഇന്നും പറയാറുണ്ട്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞോ ഇതുവരെ? റെഹാനത്തിനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും പറയാം? എല്ലാവർക്കും എന്താ പറയാ, 2-3 ദിവസം അവരെ പിന്നാലെ നമ്മൾ കൂടുമ്പോ അവർക്കില്ലാത്ത എത്ര സംസാരിച്ചാലും അവർക്ക് മതി വരൂല. ഇപ്പൊ നമ്മളെ വാക്കുകൾ കേട്ടോണ്ടിരിക്കുന്നുണ്ടല്ലോ. എനിക്ക് ഇപ്പൊ മരിച്ചാ മതി മാഡം, എനിക്ക് മരിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് അവര് നമ്മളെ വരിക. പിന്നെ അവരെ ഇഷ്യൂസ് എങ്ങനെയാണ് 2-3 ദിവസം കൊണ്ട് ഈ ഒരു മിറാക്കിൾ സംഭവിക്കുന്നത് നമുക്ക് പറയാൻ തന്നെ കഴിയൂല. ആ ചെറിയ കാര്യങ്ങൾ സിമ്പിളായിട്ട് തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവർക്ക് റിസൾട്ട് ഉറപ്പാണ്. കത്തി വരെ നമുക്ക് കാണിച്ചു തന്നെ എനിക്ക് 3 ആളെ 4 ആളെ എനിക്ക് കൊല്ലണം എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ അവരിൽ ഉണ്ടാകുന്ന ഒരു മിറാക്കിൾ എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ഈ EFTന്റെ ഒരു ടെക്നിക്ക് തന്നെ നമ്മൾ ചെറിയ ചെറിയ ടെക്നിക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് സ്വന്തം തന്നെ ആണല്ലോ അവരിൽ മാറ്റം ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനേ കഴിയല്ലോ. അത് അവർ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവരിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ഇത്രയും വലിയൊരു കാര്യം ചെയ്യുന്ന സാറിന് എത്ര നന്ദി പറയാം. നമ്മളെ മെന്റേഴ്സ് ആയി വന്നതിനും ഇവർക്ക് റിസൾട്ട് ഉണ്ടാകുന്നില്ല നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രയാസം തന്നെ ആയിരിക്കും. സാറ് നമ്മളോട് പറയല്, നിങ്ങൾ ഒരിക്കലും പ്രയാസപ്പെടരുത് എന്നും സാറ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രയാസപ്പെടരുത് കേട്ടോ. അത് ഒക്കെ നമ്മളെ കീപ്പ് ചെയ്യുന്നുണ്ടാവുന്ന ഒരു എന്താ പറയാ, അവരിൽ ആ മാറ്റം കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തന്നെയാണ് ഫീൽ ചെയ്യല്. താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, വളരെ 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 സന്തോഷം. അപ്പൊ ഏതായാലും ശരി, ഇനി എന്റെ ശബ്ദം കേൾക്കുന്ന ആൾക്കാരൊക്കെ ചെയ്യേണ്ടത്, ലിനേഷ് കുറെ നേരമായി കൈ പൊക്കിയിട്ട് കോഴിക്കോട് അപ്പോളോ ഡിമോറയില് പങ്കെടുത്ത ലിനേഷ് ആണോ? കോഴിക്കോട് EFT പങ്കെടുത്തായിരുന്നേ. സംസാരിച്ചു. EFT പങ്കെടുത്ത നല്ല മാറ്റങ്ങളുണ്ട്. നമുക്ക് ചെറിയൊരു പിന്നെ ഈ ശ്വാസതടസ്സത്തിന്റെ ഒക്കെ ഉണ്ടായിരുന്നേ, ശ്വാസം മുട്ടലിന്റെ ചെറിയ ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ EFT വന്നതിന് ശേഷം ആ സംഭവമേ ഇപ്പൊ ഇല്ല. ഒരു ക്ലാപ്പ് കൊടുത്തേ, അദ്ദേഹത്തിന് ബ്ലെസ്സിങ് കൊടുത്തേ, എല്ലാവരും ഒരു ബ്ലെസ്സിങ് കൊടുത്തേ അദ്ദേഹത്തിന്, ഒരു ക്ലാപ്പ് കൊടുത്തിട്ട്. വെരി ഗുഡ്. അത് സ്ഥിരമായിട്ടില്ലാണ്ടേ. പിന്നെ നമ്മള് വെച്ചാല് 6 മണി പിന്നെ ഉണരാത്ത വ്യക്തിയാണ്. ഇപ്പോ കറക്റ്റ് ആയിട്ട് 6 മണിക്ക് നമ്മള് മെഡിറ്റേഷൻ ക്ലബില് ഡെയിലി വരാനും ഒക്കെ കഴിയുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ സാറിന്റെ ക്ലാസ് വെച്ചാല് മറ്റുള്ള ഈ ക്ലാസ് എടുക്കുന്ന ആൾക്കാരെ കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനോ, പിന്നെ നമുക്ക് ഇന്ററാക്ഷൻ അല്ലേ, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ഒക്കെ നടത്താൻ പറ്റും. ഞാൻ വേറെ കുറെ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിലൊക്കെ വ്യത്യസ്തമായിട്ട് സാറ് എന്ത് കാര്യങ്ങളും നമുക്ക് തുറന്ന് സംസാരിക്കാനോ ടൈമും ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് നല്ലൊരു ഇതായിട്ടാണ്. പിന്നെ മെന്റർമാര് ഒരു മാജിദ മേഡം ഒക്കെ ഉണ്ട്. ആ മാജിദ മേഡം ഒക്കെ ഡെയിലി പിന്നെ നിങ്ങൾ ഇന്ന് EFT ചെയ്തോ, നിങ്ങളുടെ ഫോളോ അപ്പ് സെഷൻ ഒക്കെ ഉള്ള രീതിയിൽ തന്നെയാണ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഓക്കെ, വളരെ വളരെ സന്തോഷം. അപ്പൊ ഇനി ആർക്കെങ്കിലും EFTയിലെ ഓഫ്ലൈനിലോ ഓൺലൈനിലോ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് സാർ ഒരു ഗ്രൂപ്പിൽ ലിങ്ക് അയച്ചോളൂ, അതിൽ ജോയിൻ ചെയ്യുക. എന്നിട്ട് നമ്മൾ അടുത്ത EFT, കാരണം നമ്മളിപ്പോ അറിയാം ഹാപ്പി പാർക്ക് മറ്റുള്ള ഇതിനെ വ്യത്യസ്തമായിട്ട് ഒരുപാട് വലിയ വലിയ കുറെ കോഴ്സുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ട്രഷർ എന്ന കോഴ്സാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അത് കഴിഞ്ഞ ആഴ്ച അതിന്റെ ഇത് തുടങ്ങി. അതിന്റെ അടുത്തൊരു സെഷൻ നാളെ രാത്രി നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ EFTയുടെ അഡ്വാൻസ് ലെവൽ ഈ 19-ാം തീയതിയും 27-ാം തീയതിയും കോഴിക്കോടും എറണാകുളത്തും ഉണ്ട്. അതേപോലെ ട്രഷർ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഓഫ്ലൈൻ സെഷൻസുകളാണ് ഇനിയിപ്പോൾ അടുത്ത മാസം ജൂൺ 10-ാം തീയതി നടക്കുന്നുണ്ട്. ജൂൺ
ജൂൺ 30 നടക്കുന്നത്. ഇതൊക്കെ ട്രഷറി കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഓഫ്ലൈൻ സെഷൻസുകളാണ്. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ള മറ്റൊരു കാര്യം, നമ്മുടെ കുട്ടികൾ SSLCയുടെയും +2ൻ്റെയൊക്കെ റിസൾട്ട് വന്നൊരു സമയമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ ഒന്നും ഒരു കഴിവോ ഒരു പ്രത്യേകത ഒന്നും അല്ല ഇത്, നമ്മളിലൂടെ ഇതൊക്കെ സംഭവിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഞാനിപ്പോൾ വളരെയധികം താല്പര്യപൂർവ്വം ഇപ്പോൾ ചെയ്യാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, SSLCയിലും +2ലും വന്ന കുട്ടികൾക്ക്, പാസ്സായ കുട്ടികൾക്ക് എങ്ങനെ അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാം, എങ്ങനെ അവർക്ക് കൃത്യമായിട്ട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് ലൈഫിനെ കുറെ കൂടി അവരുടെ ഊർജത്തെ പാഴാക്കാതെ കൃത്യമായി ഫോക്കസ്ഡ് ആക്കാം. ഇതുമായി ബന്ധപ്പെട്ട ഒരു 2 ദിവസത്തെ ക്ലാസ് തികച്ചും സൗജന്യമായി 16-17 തീയതികളിൽ നമ്മൾ നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ലിങ്ക് സാർ ഇപ്പൊ അയച്ചു തരും. അത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക, എല്ലാവർക്കും. അതേപോലെ തന്നെ ഞാൻ ഒരാളെ കാണുന്നുണ്ട് ഇവിടെ, ഹാഷിം ബഷീർ. ക്യാൻ യു ഹിയർ? കേൾക്കാമോ ഹാഷിം ബഷീർ? സാറെ കേൾക്കാം, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ എല്ലാം കേട്ടോണ്ടാണ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. ഈ സംസാരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അടുത്ത ഇതില് പറഞ്ഞോളാം. ശരിയാണ്, താങ്ക് യു സാർ. ഓക്കെ ഞാൻ നിങ്ങൾ ഓക്കെ ഹാപ്പി അല്ലേ സാർ? ഹാപ്പി ആയില്ലേ? ഹാപ്പിയാണ്. ഓക്കെ. അപ്പോ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ, പരമാവധി ഇത് ഹാപ്പി പാർക്കിനെ ഉത്തരവാദിത്തമല്ല. നമ്മൾ എപ്പോഴും പറയേണ്ടത്, നമുക്ക് കിട്ടിയ വെളിച്ചം നമ്മൾ പരമാവധി നമ്മൾ കൊടുക്കണം, ഒരു പിശുക്കും കാണിക്കരുത്. കാരണം ഈ പ്രപഞ്ചത്തിൽ തുല്യതയില്ലാതെ അത്രയുണ്ട്. 3 വർഷം 1000 ദിവസത്തിലധികമായി മെഡിറ്റേഷൻ ക്ലബ് നിർലോഭം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ, നമ്മുടെ EFT ക്ലാസ്സിലോ അതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു കോഴ്സിൽ വന്നിട്ട് നിങ്ങൾ ചെലവഴിച്ച, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെലവഴിച്ച സമയത്തിന്റെയും അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചത് അപ്പുറമല്ലാതെ വിചാരിച്ചതിനേക്കാൾ കുറച്ച് നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയിട്ടുണ്ടോ? ആർക്കും കിട്ടൂല. നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ എത്രയോ ഇരട്ടിയാണ്, ഒരു പിശുക്കുമില്ലാതെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും അങ്ങനെ ആവുമ്പോൾ നമുക്ക് യാതൊരു നിർലോഭം പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളിങ്ങനെ അതൊക്കെ അത്രയും മതി, ഇതിപ്പോ എന്തിനാണ്, അത് ആളുകൾക്ക് ഷെയർ ചെയ്തിട്ട് എന്താ എനിക്ക് ഗുണം എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അത്രയും ചുരുങ്ങും. അതുകൊണ്ട് ഇതൊക്കെ ആളുകൾ കിട്ടട്ടെ. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് പരമാവധി ആളുകൾ എത്തിച്ചു കൊടുക്കുക. അതിൽ കുറെ കുട്ടികളും രക്ഷിതാക്കളും പങ്കെടുക്കട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാം നിങ്ങളും പങ്കെടുക്കുക. അപ്പൊ നിങ്ങൾക്കും മനസ്സിലാവും എങ്ങനെയാണ് ഗോൾ സെറ്റ് ചെയ്യുക. അതുകൊണ്ട് ഓരോരുത്തരും, ഞാൻ പറയുന്നത്, ഒരു 25 ഗ്രൂപ്പിലേക്കെങ്കിലും, നമുക്കൊക്കെ എത്ര ഗ്രൂപ്പ് ഉണ്ട്? അഷ്റഫ് സാർ, എത്ര ഗ്രൂപ്പ് ഉണ്ട് സാർ നിങ്ങൾക്ക്? സ്കൂൾ പഠിച്ച ഗ്രൂപ്പ്? മദറിന്റെ ഫാമിലി ഒരു ഗ്രൂപ്പ്, ഫാദറിന്റെ ഫാമിലി ഒരു ഗ്രൂപ്പ്, ചായ കുടിക്കാൻ ഇരുന്നവരൊരു ഗ്രൂപ്പ്, കംപ്ലീറ്റ്ലി ഗ്രൂപ്പാണ്. അപ്പോ ഒരു 10ഓ 25ഓ ഗ്രൂപ്പിലെങ്കിലും എണ്ണി ഈ സന്ദേശം എത്തിച്ചു കൊടുക്കുക. ഒരു 10ഓ 20ഓ ആളുകളെങ്കിലും വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അത് നിങ്ങളുടെ കുട്ടിയെ പങ്കെടുപ്പിക്കണം. ഒരു പക്ഷേ ഇപ്പൊ ഞാനത് പറയുന്നത് വെറുതെ അല്ല, നമ്മളിതൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്തുകൊണ്ടാണ് ഈ ഗോൾ സെറ്റിങ്ങും ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മളിത് പറയുന്നത്. അതിലൊക്കെ കാണുന്ന റിസൾട്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത റിസൾട്ടാണ്. ഇതെല്ലാവർക്കും കിട്ടട്ടെ, ഏതെങ്കിലും ഒരാൾക്ക് പരിമിതപ്പെടുത്തേണ്ടതല്ല. അതുകൊണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ EFTയിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള ആളുകൾ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. ഓഫീസ് നമ്പർ എല്ലാവർക്കും അറിയാം, ഇല്ലെങ്കിൽ ഒന്ന് ഞാൻ പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. 9567 എന്താണ് സാർ പറഞ്ഞത്? വെരി ഗുഡ്. കുടുംബജീവിതം തുടങ്ങാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ടി. ഓക്കെ, തീർച്ചയായിട്ടും അത് സാറ് പറഞ്ഞപ്പോഴാണ് നമുക്ക് മെഡിറ്റേഷൻ ക്ലബിന്റെ വാർഷികം ഒന്ന് ആഘോഷിക്കാം, അതിൽ ഇത് ടോപ്പിക്കായിട്ട് കൊടുക്കാം. യെസ്, അത് ഭയങ്കര മിറാക്കിൾ എന്ന് പറഞ്ഞു രാജേഷ് സാർ. നമ്മളിപ്പോ ഈ പ്രാവശ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം മെഡിറ്റേഷൻ ക്ലബ്ബിൽ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ മെഡിറ്റേഷൻ ക്ലബിന്റെ 3ാം വാർഷികമായിട്ട് നമ്മൾ പരമാവധി ആളുകളെ
കാരണം നമുക്ക് ഫീസൊക്കെ വളരെ കുറച്ചിട്ട് എക്സ്പെൻസ് മാത്രം മീറ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ഒരു സെഷൻ വെക്കുന്നുണ്ട് നമ്മൾ. അതില് ഇത് തന്നെയാണ് ടോപ്പിക്. അതായത് അത് കൃത്യമായിട്ട് നിങ്ങൾ ശരിക്കും പഠിച്ചെടുത്തു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ വൈഫിനെ കൂട്ടിയിട്ട് ഇങ്ങനെയുള്ള പ്രോഗ്രാംസിലൊക്കെ നേരത്തെ പോകാറുണ്ടായിരുന്നു. എൻ്റെ ഫാമിലിയൊക്കെ ഇപ്പോഴും എൻ്റെ പ്രോഗ്രാമിന് ഞാൻ കൊണ്ടുവരാറുണ്ട്. കഴിഞ്ഞ എറണാകുളത്ത് ഞാൻ എൻ്റെ ഫാമിലിയെ കൊണ്ടുവന്നിരുന്നു. കോഴിക്കോട് ഒരുപാട് തവണ കൊണ്ടുവന്നിരുന്നു. മനസ്സിലായില്ലേ? നമ്മൾ വേറെ ഒരുപാട് ട്രെയിനേഴ്സിന്റെ സെഷൻസുകളിൽ ഞാൻ എൻ്റെ വൈഫിനെയും മക്കളെയൊക്കെ നേരത്തെ ഒരുപാട് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ വലിയ അത് ചെറിയ ട്രെയിനർ അന്ന് തന്നെ ഒരു 10 വർഷം മുമ്പൊക്കെ 10,000 12,000 രൂപയൊക്കെ 2 ദിവസത്തെ ക്ലാസ്സിന്, 30,000 40,000 രൂപയൊക്കെ 3-4 ദിവസത്തെ ക്ലാസ്സിന്, 4 ദിവസത്തെ ക്ലാസ്സിന് അന്ന് 40,000 രൂപയൊക്കെ കൊടുത്തിട്ട്, ഏത് 10-15 വർഷം മുമ്പാണ്, 2008 2010 ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ലേ? ഇന്ന് 15,000 എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. അന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ സാലറി പോലും 5,000 6,000 ആ റേഞ്ചിലാണ് ഉള്ളത്. അസമയത്താണ് ഈ രൂപത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിൻ്റെയൊക്കെ ഒരു ഗുണം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങിയത് നമുക്കൊരു ഉൾവിളി പോലെ ഇത് എന്താ പറയാ, ഇതിലൂടെ വരാനൊക്കെ കാരണം അതാണ്. അതല്ലാണ്ട് ഇതൊരു ജീവിത ഉപാധി അല്ല. അത് എന്നെ അറിയുന്ന ആളുകൾക്കറിയാം, പേഴ്സണലായിട്ട് എന്നെ അറിയുന്ന ആളുകൾക്കറിയാം. നമുക്ക് ഇതിലല്ല നമ്മൾ ഡിപ്പെൻഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ EFTയുടെ ബേസിക്കിലൊക്കെ പങ്കെടുക്കുക. അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും മെഡിറ്റേഷനിൽ പങ്കെടുക്കുക. ഈ ഒരു വാർഷികവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹാപ്പി റിലേഷൻഷിപ്പ്, ഹാർമണി ഇൻ റിലേഷൻഷിപ്പ് ആൻഡ് ലൈഫ് എന്നാണ് ടോപ്പിക്കിന്റെ പേര്. അത് ജൂൺ 23-നാണ് നമ്മൾ അതിന്റെ പ്രോഗ്രാം ഫിക്സ് ചെയ്തത്. അത് നമ്മളതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് പറയും. 16-17 പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതിലെല്ലാവരും പങ്കെടുക്കുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ഫാമിലി കുടുംബജീവിതം എങ്ങനെ സുന്ദരമായി അടിപൊളിയാക്കി കൊണ്ടുപോകാമെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും. ഞാൻ ആലോചിക്കുന്നത് ഈ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ നേരത്തെ കൊറോണക്ക് മുമ്പ് നമുക്ക് ഇത് തന്നെ ഒത്തിരി ഇതുണ്ടായിരുന്നു. പിന്നെ ഓൺലൈനിലോട്ട് കയറിയപ്പോൾ കുറെ സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ കഴിഞ്ഞപ്പോൾ ഓൺലൈനും വിട്ടു, ഓൺലൈനുമായി ഓഫ്ലൈൻ. അപ്പൊ നമ്മുടെ തിരക്ക് കുറെ കൂടി. മുമ്പ് ഓഫ്ലൈൻ മാത്രമായിരുന്നു. ഇപ്പൊ ഓഫ്ലൈനുമായി അതുപോലെ തന്നെ ഓൺലൈനുമായി. അവ ടോട്ടലി ആ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂളിലൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൊള്ളാം. ലോകത്തിന് വെളിച്ചമാവുക. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, അന്ധകാരത്തെ കുറ്റം പറയാൻ വളരെ എളുപ്പമാണ്. അത് ശരിയില്ല, അവൻ ശരിയില്ല. അന്ധകാരത്തെ കുറ്റം പറയുന്നതിന് പകരം അവിടെ ചെറിയൊരു മെഴുകുതിരിയാവുക, ഒരു വെളിച്ചമാവുക നമ്മൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വെളിച്ചം കത്തിക്കുമ്പോൾ നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ആ വെളിച്ചം കിട്ടും. അത് തന്നെയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിസ്ഡം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അധികം ആൾക്കാർ എന്താ പരിപാടി, ഇരുട്ടിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ നമ്മളൊരു മെഴുകുതിരിയാവുക. ഇതാണ് ഹാപ്പി പാർക്ക് ചെയ്യുന്നത്. ഇത് ഹാപ്പി പാർക്കിന്റെ മാത്രം ഒരു ഉത്തരവാദിത്തമായിട്ട് നിങ്ങൾ ആരും എടുക്കരുത്. ഇതെല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങൾ എത്ര ഫീഡ്ബാക്കുകളാണ് ഇപ്പൊ നമ്മൾ കേട്ടത്. അതായത് ഒരു കുടുംബം ഒന്നായിട്ട്, 1 2 അല്ല, ഒരുപാട് കേസുകൾ എന്റെ മുമ്പിലുണ്ട്. എന്താ പറയാ, മരിക്കാൻ വേണ്ടി റെഡിയായി, ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന രൂപത്തിൽ അങ്ങനെ തീരുമാനിച്ചത് ഹാപ്പിയായി മുന്നോട്ട് പോയി എന്ന് നിങ്ങൾ ചെവി കൊണ്ട് കേട്ടു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതായിരിക്കട്ടെ നമ്മുടെ ഡ്യൂട്ടി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, ഒത്തിരി ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. ലിനേഷ് സാറെ കാണുന്നുണ്ട്, നമ്മൾ അഷ്റഫ് സാറൊക്കെ കോഴിക്കോടുണ്ട്. അഷ്റഫ് സാറൊക്കെ ഒത്തിരി പറയാനുണ്ടാവും. ഞാൻ ഒരുപാട് പറയാനുണ്ട്, പക്ഷെ ബാക്കിയുള്ളവർക്ക് വിട്ടുകൊടുത്ത അല്ല, ഇതിൽ ഒത്തിരി ആൾക്കാർ എനിക്കറിയാം. ഇപ്പൊ ഈ സംസാരിച്ചതൊന്നും അല്ല, ഇതിനേക്കാൾ ഒരുപാട് ആൾക്കാർ ഇതിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു സെഷൻ നമുക്ക് സംസാരിക്കാം. ഏകദേശം 9 മണിയായി സമയം. എങ്കിലും അഷ്റഫ് സാറെ, നിങ്ങൾ ഒരു 2 വാക്ക് പറഞ്ഞോളൂ. ഏതായാലും നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു വന്നല്ലേ, 2 വാക്ക് പറഞ്ഞോളൂ. ഓക്കെ. ഇപ്പൊ തന്നെ ഏറ്റവും ഒന്നും പറയാനില്ല. കാരണം ഇപ്പൊ ഒരു കുടുംബം അങ്ങനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അതിന് ഏറ്റവും വലിയ ഇതല്ലേ. അതുകൊണ്ട് എന്താക്കട്ടെ, അള്ളാഹു ആയുസ് ദീർഘമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഹാപ്പി പാർക്കിന്റെ എല്ലാ ആൾക്കാർക്കും നന്ദി പറയുന്നു. ശരി. അതുപോലെ തന്നെ നമ്മുടെ രാധാകൃഷ്ണൻ സാർ റിട്ടയർഡ് ഗസറ്റർ ഓഫീസറാണ്. സാറും ഒത്തിരി പ്രോഗ്രാംസിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. സാറെ, എന്ത് തോന്നുന്നു? ഒത്തിരി കാലം, ഒരു 3-4 മാസമായില്ലേ സാർ EFT ഒക്കെ പങ്കെടുത്തിട്ട്? യെസ് ഓർ നോ? അഡ്വാൻസ് പങ്കെടുത്തോ സാറ്? ഒന്ന് ഓണാക്കും, മൈക്ക് ഓണാക്കും. അഡ്വാൻസ് പങ്കെടുത്തോ? ഇല്ല, അഡ്വാൻസ് പങ്കെടുത്തില്ല സാർ. EFT പങ്കെടുത്തിരുന്നു കോഴിക്കോട്.
കോഴിക്കോട് ബേസിക് പങ്കെടുത്തു. 2 തവണ പങ്കെടുത്തില്ല ബേസിക്. അതെ 2 തവണ. വാട്ട് യു ഫീൽ? എന്ത് തോന്നുന്നു ഇപ്പോഴും? അതെ, നല്ല ക്ലാസ് ആയിരുന്നു, നല്ല മോട്ടിവേഷൻ ആയിരുന്നു, സൂപ്പർ. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ച ഇതേപോലെ ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിൽ നമുക്ക് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ സംസാരിക്കാം. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യും. വളരെ ശരിയാണ്, പൈസക്ക് വേണ്ടി മാത്രമല്ലാതെ പണത്തിന് വേണ്ടി നടത്തുക എന്ന് പറയുമ്പോൾ അത് നിലനിൽക്കില്ല. ഇത് തീർത്തും നമ്മൾ തിരിച്ചറിയേണ്ടത്, പണത്തിന് പിന്നാലെ നമ്മൾ പോവുകയും ചെയ്യരുത്. പണം ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടേ വരാൻ പാടുള്ളൂ. പണത്തിന് പിന്നാലെ പോയാൽ പണം കിട്ടില്ല. മനസ്സിലായില്ല? ഒന്നിന്റെ പിന്നാലെ പോകരുത്. ക്വാളിറ്റി ഉള്ള ആളുകളായിട്ട് മാറുക. നമ്മുടെ ഉള്ളിൽ ക്വാളിറ്റി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിറ്റി ഉള്ള ആൾക്കാരും അനുഭവങ്ങളും വരും. നമ്മുടെ ഉള്ളിൽ ക്വാളിറ്റി ഇല്ലാതെ ക്വാളിറ്റി ഉള്ള സാധനം കിട്ടണമെന്ന് വിചാരിച്ച് നടന്നാൽ അത് കിട്ടൂല. അത് തന്നെയാണ് അതിന്റെ ഒരു രഹസ്യം എന്ന് പറയുന്നത്. സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആർ യു ഹാപ്പി? പ്ലീസ് ടൈപ്പ് യെസ്. പ്ലീസ് ടൈപ്പ്. എല്ലാവരും ടൈപ്പ് ചെയ്ത് യെസ്. ടൈപ്പ് ചെയ്ത് എല്ലാവരും. നിങ്ങളൊന്ന് ടൈപ്പ് മൊത്തത്തിലൊന്ന് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് പ്ലീസ് ടൈപ്പ്. ഓക്കെ, സന്തോഷം. ശരി, നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. പരമാവധി എല്ലാ ആളുകളോട്ടും ഇതിന് സന്ദേശം എത്തിക്കുക. എല്ലാവർക്കും ഈ ഒരു മാറ്റം ഉണ്ടാവട്ടെ എന്ന് സർവശക്തനോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് വെരി ഗുഡ്, വെരി ഗുഡ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒത്തിരി ആൾക്കാർ യെസ് 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 നിങ്ങളൊരു ആക്റ്റീവ് ആക്കാൻ വേണ്ടി പറഞ്ഞതാണ്. വെരി ഗുഡ്. അത്രയെങ്കിലും നമ്മുടെ ഒരു വാക്ക് കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം നമുക്ക് ഈ പ്രപഞ്ചത്തിന് കൊടുക്കാൻ പറ്റിയാൽ അത് നമ്മുടെ കൂടെ ഉണ്ടാവും. ഓക്കെ, ശരി. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു സെഷൻ നമുക്ക് നിങ്ങളുടെ ഒക്കെ സമ്മതത്തോടു കൂടി ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു.